Pastor Rufus to come forward and share God's word with us. മഹത്വമേ മഹത്വമേ മരണത്തെ ജയിച്ച മഹത്വമേ 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 പിൻപടയാ വരുന്ന മഹത്വമേ 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 മരണത്തെ ജയിച്ച മഹത്വമേ 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 പിൻപടയാ വരുന്ന മഹത്വമേ. കണ്ണുകളെ അടച്ച് കരങ്ങളെ ഉയർത്തി പിടിച്ച വരികളെന്ന് പറയാം. മഹത്വമേ മരണത്തെ ജയിച്ച മഹത്വമേ 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 പിൻപടയായി വരുന്ന മഹത്വമേ ഓ മഹത്വമേ മഹത്വമേ മരണത്തെ എല്ലാവരും കണ്ണുകളെ അടച്ച് കരങ്ങളെ ഉയർത്തി പിടിച്ച് മഹത്വമേ മഹത്വമേ പിൻപടയായി വരുന്ന മഹത്വമേ ഓ മഹത്വമേ മഹത്വമേ മരണത്തെ ജയിച്ച മഹത്വമേ ഓ മഹത്വമേ മഹത്വമേ പിൻപടയായി വരുന്ന മഹത്വത്തെ കാണാൻ കൊതിക്കുന്നവർ വായികളെ തുറന്ന ഈ വരികൾ എന്നോട് ചേർന്ന് പറഞ്ഞാണ്. മഹത്വമേ 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 മഹത്വത്തെ എക്സ്പീരിയൻസ് രാത്രി ചെയ്യണമെന്ന കൊതിയുള്ളവർ അപ്പാ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ഈ രാത്രി ദൈവമഹത്വം ഞങ്ങളെ തൊടണം. ഈ കൂടിവരവിൻ്റെ എല്ലാ ശുശ്രൂഷകളുടെയും മഹത്വം അങ്ങയ്ക്ക്. അങ്ങിലേക്ക് ഈ രാത്രി എളിയവൻ മറയുന്നു. ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങളിൽ ഈ രാത്രി ഇറങ്ങി വരുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളത് പ്രാപിച്ചവരായി മടങ്ങിപ്പോകട്ടെ. സ്വർഗം അതിനായി ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്. ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാണ്. ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാണ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ അനുഗ്രഹീതമായ രാത്രിയിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വേഗത്തിൽ കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവിന് ശരണപ്പെടുകയാണ്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ ദൈവജനത്തിനും പ്രത്യേകാൽ കർത്താവിൻ്റെ ദാസന്മാർ പുതുതായി കടന്നു വന്ന പ്രിയപ്പെട്ടവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ നിങ്ങളോട് അറിയിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം എന്നെ ഒന്ന് വായിച്ച് സഹായിക്കണമേ. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ആമേൻ. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്. എല്ലാവരും ഒന്ന് പറയാമോ? തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്. എല്ലാവർക്കും മലയാളം പറ്റുന്നില്ലല്ലേ? ഇംഗ്ലീഷിൽ പറയാം. ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. ഒന്ന് പറഞ്ഞേ, ഫോളോ ആഫ്റ്റർ മീ. ഫ്രം ഗ്ലോറി ടു ഗ്ലോറി.
ഈ രാത്രി ദൈവവചനത്തിൽ നിന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മഹത്വത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ മഹത്വം ഈ രാത്രി ഈ ചർച്ചിനകത്ത് വ്യാപരിക്കുന്നു എന്ന ഇവിടെ വന്ന സമയം മുതൽ ഇതിനകത്ത് ആത്മാർത്ഥമായി ആരാധനയിൽ സഹകരിച്ച എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൗലോസ് ലേഖനം എഴുതുമ്പോൾ, ഞാൻ ഒട്ടും മുഖവരിയില്ലാതെ വേഗത്തിൽ പോകുകയാണ്. പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ്, ഈ കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെയാണ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ. ആ വാക്ക് പറയുമ്പോൾ അവിടെ ഡ്വൽ എന്നൊരു പദം കാണാൻ പറ്റുന്നുണ്ട്. വസിക്കുന്നു എന്നുള്ളൊരു പദം. ഡ്വൽ എന്നുള്ള പദത്തിൻ്റെ എബ്രായ വാക്ക് ഷഖാൻ എന്നുള്ള പദമാണ്. ഷഖാൻ. ഷഖാൻ എന്ന് പറഞ്ഞാൽ ഷെഖേനയുടെ ഒറിജിൻ വേർഡാണ്. ഷെഖേന എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം എന്നാണ്. ദൈവത്തിൻ്റെ മഹത്വമാണ് നിന്നിൽ വസിക്കുന്നത് എന്നാണ് പൗലോസ് ലേഖനത്തിലൂടെ വിളിച്ചു പറഞ്ഞത്. ഈ രാത്രി ഇതിനകത്തിരിക്കുന്നവരോട് പ്രാരംഭമായി പറഞ്ഞു തുടങ്ങുകയാണ്, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെ നീ കേവലം ഒരാത്മാവായി മാത്രം കാണരുത്. അതിന് മീതെ നിൽക്കുന്ന സ്വർഗത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ പേരാണ് മഹത്വം എന്നുള്ളത്. നിന്നിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവാത്മാവിന്റെ അറ്റ്മോസ്ഫിയറിന്റെ പേരാണ് ഗ്ലോറി എന്നുള്ളത്. ഈ രാത്രി ഇതിനകത്തിരിക്കുന്ന സകലരുടെ മേലും ഡ്വെല്ല് ചെയ്യുന്നത് മറ്റൊന്നുമല്ല, ഹെവൻലി അറ്റ്മോസ്ഫിയർ, ദാറ്റ് ഈസ് ഗ്ലോറി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. ഞാൻ ഇതിനകത്ത് വലിയൊരു ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുന്നുണ്ട്. നീ ഇന്നലെ വരെ കണ്ടതോ ഇന്നലെ വരെ കേട്ടതോ അറിഞ്ഞതോ ആയിരിക്കില്ല ഇന്നു മുതൽ നീ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. നീ ഇതുവരെ കാണാത്ത ഒരു മഹത്വത്തെ, ഇതുവരെ കേൾക്കാത്ത ഒരു മഹത്വത്തെ, ഇതുവരെ അറിയാത്ത ഒരു മഹത്വത്തെ നിന്റെ അകത്തു നിന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവ് പുറത്തെടുക്കുമെന്ന് പറഞ്ഞാൽ, ഈ രാത്രി എന്നോട് ചേർന്ന് അവനെ കരങ്ങൾ ഉയർത്തി ഓ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. ഇതിന്റെ അകത്ത് ഫ്രം ഗ്ലോറി ടു ഗ്ലോറി, ഞാനിത് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഫ്രം ഗ്ലോറി ടു ഗ്ലോറി, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു തലമുറ. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ഒരു തലമുറ. എവിടെ നിന്ന്? മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ഒരു തലമുറ. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പോകുന്നൊരു തലമുറ. ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം, ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒത്തിരി പരിമിതപ്പെട്ട ഒരു വാക്കാണ്. പ്രസൻസ് 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 എന്ന് പറഞ്ഞ് ദൈവ മഹത്വത്തെ ലിമിറ്റ് ചെയ്യരുത്. നീ പ്രസൻസ് എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ ഗ്ലോറിയാണ്. അതിന് വേറൊരു പേരുണ്ട് ന്യൂ ടെസ്റ്റ്മെന്റിൽ, അതിന്റെ പേര് ഡോക്സ എന്നാണ്. ഈ രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിന്റെ മേൽ വെളിപ്പെട്ടിരിക്കുന്നത് ഡോക്സ, അത് ദൈവ മഹത്വമാണ്. ഈ രാത്രി ഇതിനകത്തിരിക്കുന്നവർ തിരിച്ചറിയട്ടെ, നീ സാന്നിധ്യത്തെ മാത്രം തിരിച്ചറിയുന്നവരല്ല, ദൈവ മഹത്വത്തെ തോളിൽ ചുമന്ന് കൊണ്ടുപോകുന്ന ഒരു തലമുറ. ദൈവ മഹത്വത്തെ തോളിൽ ചുമക്കുന്ന തലമുറ. The generation of doxa. നമ്മൾ വായിച്ച ഭാഗത്ത് ഇങ്ങനൊരു വാക്ക് കാണുന്നുണ്ട്. മോശ എന്ന ദൈവ മനുഷ്യനെ തൊട്ടുള്ള ഒരു വാക്കാത്. മോശ എന്ന ദൈവ മനുഷ്യൻ മഹത്വത്തെ എൻകൗണ്ടർ ചെയ്യുന്നത്, ആദ്യമായി ദൈവത്തിന്റെ ഷെഖേന ആദ്യമായി ആ മനുഷ്യൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ വെച്ചാണ്. ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ വെച്ച്
ഈ മഹത്വത്തെ ഈ മനുഷ്യൻ കാണുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. മഹത്വം കാണാൻ പോയതല്ല മോശ. മഹത്വം കാണാൻ പോയ വ്യക്തിയല്ല മോശ. ദൈവത്തെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി പോയതല്ല. വളരെ കാഷ്വലായി, വളരെ സാധാരണയായി തൻ്റെ നിത്യ ജീവനത്തിൻ്റെ ഇടപാട് ആയ ആടിനെ മേയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ മനുഷ്യൻ ചെല്ലുകയാണ്. ദൈവപർവ്വതമായ ഹോരേബിലോളം ചെല്ലുമ്പോ ഈ മനുഷ്യൻ ഇതുവരെ കാണാത്ത ഒരു കാഴ്ച കാണുകയാണ്. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പറയാം, നീ എന്നും ഈ ആരാധനയിലും പല ആരാധനകളിലും സാധാരണ വരുന്നത് പോലായേക്കാം വന്നത്. എന്നാൽ ഇന്നത്തെ ആരാധനയ്ക്കൊരു വ്യത്യാസമുണ്ട്. നിന്നെ വെയിറ്റ് ചെയ്യുന്ന ഒരു ഗ്ലോറി ഇരിപ്പുണ്ട്. നിന്നെ വെയിറ്റ് ചെയ്യുന്ന ഒരു ഗ്ലോറി ഉണ്ട്. നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ഗ്ലോറി ഉണ്ട്. ഈ രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? A glory is waiting for me. മഹത്വം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. മഹത്വം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. മഹത്വം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. മോശ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലോളം ചെന്ന് ആടുകളെയൊക്കെ മേയിച്ച് ഇങ്ങനെ പോകുമ്പോ വചനം സൂക്ഷ്മമായി എഴുതി വെച്ച ഒരു വാക്ക്, അവൻ ഇതുവരെ കാണാത്ത ഒരു കാഴ്ച കണ്ടു. അവൻ കണ്ട കാഴ്ചയുടെ പ്രത്യേകത, ഈ കാഴ്ച ഭയമുളവാക്കുന്ന ഒരു കാഴ്ചയാണ്. മുൾപടർപ്പ് കത്തുന്നതും എന്നാൽ അത് വെന്തു പോകാതിരിക്കുന്നതുമായ ഒരു കാഴ്ച. ഈ കാഴ്ച എന്തെന്നറിയാൻ ദൈവമനുഷ്യനായ മോശ നേരെ അതിലേക്ക് അടുക്കുമ്പോൾ അതിനകത്തു നിന്നൊരു ശബ്ദം, മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധം, അതുകൊണ്ട് നിന്റെ കാലിൽ നിന്ന് ചെരിപ്പൂരിക്കളക. അതിന് ഒരു ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് he threw it away. അവൻ എറിഞ്ഞു കളഞ്ഞു. ഒന്ന്, if you want to enter into the glory, you have to throw something from you. നിനക്ക് മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നിന്നിൽ നിന്ന് ചിലത് എറിയപ്പെടണം. അതിനകത്തുനിന്ന് വന്ന ശബ്ദം ആവശ്യപ്പെട്ടത് മോശയുടെ കയ്യിലിരിക്കുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം, മോശേ, നിന്റെ ചെരുപ്പ് കള. മോശ എന്ത് ചെയ്തു? ചെരുപ്പ് കളഞ്ഞു. എന്താ മോശയുടെ ചെരുപ്പിന്റെ പ്രത്യേകത? മോശയുടെ ചെരുപ്പെ പറ്റി പിടിച്ചിരിക്കുന്ന രണ്ട് സ്വഭാവമുണ്ട്. പ്രതികാരത്തിന്റെ ഒരു സ്വഭാവമുണ്ട്. മിസ്രൈമിനെ ചവിട്ടിയ ചോടിയതായത്. രണ്ടാമത്തെ ഒരു സ്വഭാവമുണ്ട്, ഭയന്നെ ചോടിയ ചെരുപ്പായത്. ഒന്ന് പ്രതികാരവും ഒന്ന് ഭയവും. ഈ രണ്ട് കാര്യത്തെ കാലൂന്നി നിന്നിട്ടാണ് മോശ ദൈവമഹത്വത്തേക്ക് അടുക്കുന്നത്. മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ ഭയം ഇവിടെ വച്ച് മാറ്റണം. അതുകൊണ്ട് വചനം എഴുതി വെച്ചു, ഭയപ്പെടേണ്ട. മോശ ചെയ്ത ഒന്നാമത്തെ കാര്യം, അവൻ ചെരുപ്പൂരി കളഞ്ഞു. എന്തെന്ന് കാണാൻ അങ്ങോട്ട് അടുക്കുമ്പോൾ വചനം എഴുതി വെച്ചു, അടുത്ത വാക്ക്, മോശേ, നിന്നോട് എനിക്കൊന്ന് സംസാരിക്കണം. നിന്നോടൊന്ന് സംസാരിക്കണം. തലേ അധ്യായം പറയുന്നു, ഇസ്രയേൽ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു, അവരുടെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു. എന്നാൽ
മോശ എന്ന ദൈവമനുഷ്യൻ ആ കത്തുന്ന മുൾച്ചെടിയോട് അടുക്കുമ്പോൾ ദൈവത്തിന് മിസ്രൈമിനെ അഡ്രസ് ചെയ്യേണ്ടതായിട്ട് വന്നു. മോശയോട് ദൈവത്തെ ആദ്യമായി പരിചയപ്പെടുത്തുകയാണ്. മോശേ, എന്നെ ഞാൻ നിനക്കൊന്ന് പരിചയപ്പെടുത്താം. നിന്റെ വല്യപ്പനായ അബ്രഹാമിന്റെയും അവന്റെ മകനായ ഇസ്ഹാക്കിന്റെയും അവന്റെ മകനായ യാക്കോബിന്റെയും ദൈവമാകുന്നു ഞാൻ. ഈ രാത്രി നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. നീ സാധാരണഗതിയിൽ ഈ പർവ്വതത്തിലേക്ക് സമീപിച്ചെങ്കിൽ, ഈ ചർച്ചിന്റെ ഭിത്തിക്കകത്തേക്ക് നിങ്ങൾ പ്രവേശിച്ചെങ്കിൽ, ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയാം, നിങ്ങൾക്ക് വേണ്ടി അവനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എന്റെ ദൈവം തയ്യാറായി നിൽക്കുകയാണ്. അതിനുവേണ്ടി നിന്നെ ഒരുക്കുന്നത് നിന്റെ കാലിൽ നിന്ന് ചെരിപ്പൂരിക്കളക. നിനക്ക് മഹത്വം കാണണമെങ്കിൽ, മഹത്വത്തെ അറിയണമെങ്കിൽ നിന്റെ അകത്ത് പാപമുണ്ടാകരുത്. ദൈവമനുഷ്യനായ മോശയോട് യഹോവയായ ദൈവം പറയുന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവം. ഈ രാത്രി എത്ര പേർ കൊതിക്കുന്നുണ്ട്, കർത്താവേ നീ എന്നെ മുമ്പിൽ ഒന്ന് വെളിപ്പെടണമേ. എങ്ങനെ വെളിപ്പെടണം? ഇതുവരെ കാണാത്ത രീതിയിൽ ഒന്ന് വെളിപ്പെടണം. ഇതുവരെ കേൾക്കാത്ത രീതിയിൽ ഒന്ന് വെളിപ്പെടണം. ഞാൻ ഇതുവരെ അറിയാത്ത രീതിയിൽ ഒന്ന് വെളിപ്പെടണം. ദൈവം മഹത്വം നിന്റെ ലൈഫിൽ വെളിപ്പെട്ടാൽ, ഞാൻ ഇവിടെ നിന്ന് പ്രവചിച്ചു പറയാം, മഹത്വമായിരിക്കും അടുത്ത നിമിഷം മുതൽ നിന്നെ നിയന്ത്രിക്കുന്നത്. മോശേ, നിന്റെ നിയന്ത്രണം ഈ തീയുടെ അടുക്കൽ വരുന്നിടം വരെയുള്ളൂ. നീ ഇതിനോട് അടുക്കുന്നിടം വരെയുള്ളൂ നിന്റെ കയ്യിൽ സ്റ്റിയറിംഗ്. വൺസ് നീ ഇതിനകത്തേക്ക് എൻ്റർ ആയാൽ മഹത്വത്തിനൊരു വ്യത്യസ്ത സ്വഭാവമുണ്ട്. അവൻ ബാക്ക് സീറ്റിൽ നിന്ന് ഫ്രണ്ട് സീറ്റിലേക്ക് വരും. ഈ രാത്രി ചിലരോട് പറയുകയാണ്, നിന്റെ ലൈഫിന്റെ സ്റ്റിയറിംഗ് ഈ രാത്രി മുതൽ ദൈവം ഏറ്റെടുക്കുകയാണ്. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? നിന്റെ ജീവിതം പറഞ്ഞേക്കാം നിന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന്, നിന്റെ അവസ്ഥകൾ പറഞ്ഞേക്കാം നിനക്ക് കഴിയില്ലെന്ന്. എന്നാൽ ഈ രാത്രി ദൈവമഹത്വം നിന്നോട് പറയുന്നു, എനിക്ക് സകലതും സാധ്യം. ജീസസ്, 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 ജീസസ്. അപ്പൊ ഇതിന്റെ നടുവിൽ ആ മഹത്വം മാനിഫെസ്റ്റ് ചെയ്യട്ടെ. മഹത്വത്തിന്റെ 3 തലങ്ങൾ. ഒന്ന്, ഡിസെൻഡഡ് ഗ്ലോറി. 2, മാനിഫെസ്റ്റഡ് ഗ്ലോറി. 3, ഇംപാർട്ടഡ് ഗ്ലോറി. ഇറങ്ങി വരുന്ന മഹത്വം. 2, വ്യാപരിക്കുന്ന മഹത്വം. 3, പകരപ്പെടുന്ന മഹത്വം. മോശേ, നിനക്ക് ഈ തീയുടെ അടുക്കൽ വന്നാലേ മഹത്വമായി എൻകൗണ്ടർ ചെയ്യാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഈ തലമുറയെ നോക്കി വചനം വിളിച്ചു പറയുന്നു, നീ മഹത്വത്തിൽ ജനിച്ചവനാ. നീ അങ്ങനെ ജനിച്ചിരിക്കുകയാണ്. നീ മഹത്വത്തിൽ ജനിച്ചവനാണ് എന്ന് പറഞ്ഞാൽ ദൈവം നിന്നിൽ വസിക്കുന്നു എന്ന് അറിയുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ആലയത്തിൽ മാത്രമേ മഹത്വം വസിച്ചിരുന്നുവെങ്കിൽ ഈ തലമുറയിൽ ആലയം നീയാകൊണ്ട് മഹത്വം ഡെല്ല് ചെയ്യുന്നത്, വസിക്കുന്നത് നിന്റെ മേലാണ്. ഈ രാത്രിയിൽ തിരിച്ചറിയുന്നവർ ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങുക. മഹത്വം നിന്റെ ജീവിതത്തെ മാറ്റൂ, നിന്റെ ആരോഗ്യത്തെ മാറ്റൂ, നിന്റെ ഭാവിയെ മാറ്റൂ, നിന്റെ സാഹചര്യത്തെ മാറ്റൂ, നിന്റെ അവസ്ഥയെ മാറ്റൂ, നിന്റെ കുടുംബത്തെ.
ലാറാബാസ് മാരിയാം തേരവരഗദന ആസതേരിയം ദനാദന. വചനം പഠിക്കുമ്പോ തേജസ്സിനെ അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോ യഹോവയായ ദൈവം പറയുന്നൊരു വാക്കാണ്, മോശേ ഞാൻ അബ്രഹാമിന്റെ ദൈവം. അബ്രഹാമിന്റെ ദൈവം. അപ്പൊ അബ്രഹാമിന്റെ ദൈവം എന്ന് പറഞ്ഞപ്പോ ഈ അബ്രഹാം ഈ തേജസ്സിനെ ഒന്ന് കാണണ്ടേ? അപ്പോസ്തല പ്രവൃത്തി മറക്കാതെ എഴുതി വെച്ചു. സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ എഴുതി വെച്ചൊരു വാക്കുണ്ട്, തേജോമാനായ ദൈവത്തെ കണ്ട അബ്രഹാം. ഈ രാത്രി ഞാൻ ആത്മാവിൽ പറയാം, തേജോമയനായ ദൈവത്തെ കണ്ടിറങ്ങിയവൻ ഒരു രാജ്യമായി തീർന്നെങ്കിൽ തേജസ് വ്യാപരിക്കുന്നവന്റെ സാധ്യതയുടെ വലിപ്പം ഈ രാത്രി നിനക്കളക്കാൻ കഴിയത്തില്ല. പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് ഒരു അത്യന്ത ശക്തിയാണ്. ഈ മൺകൂടാരത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് ഒരു അത്യന്ത ശക്തിയാണ്. അതുകൊണ്ട് രാജ്യങ്ങൾ നിന്നിൽ നിന്ന് ജനിക്കൂ. ഈ രാത്രി ഞാൻ ആത്മാവിൽ അങ്ങനെ പ്രവചിച്ചാൽ നിന്റെ എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്ന ഇടത്ത് മഹത്വം ചിലതിനെ ജനിപ്പിക്കാൻ പോകുകയാണ്. മഹത്വം ചിലതിനെ ജനിപ്പിക്കാൻ പോകുകയാണ്. ഉടാല അറികലികടകരകടര. നിന്റെ ഭാവി ജനിക്കും ഈ രാത്രി. നിനക്ക് തലമുറ ജനിക്കും ഈ രാത്രി. നിന്റെ വാഗ്ദത്തം ജനിക്കുകയാണ് ഈ രാത്രി. പ്രാപിക്കാം ഈ രാത്രി. പ്രാപിച്ചോ. മഹത്വം ചിലതിനെ ജനിപ്പിക്കോ. തലമുറ ഇല്ലാത്ത കാലത്ത് തേജോമയനായ ദൈവം അവനോട് പറഞ്ഞു, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ. ഈ രാത്രി വാഗ്ദത്തം കണ്ടല്ല ആരും പറയുന്നത്. ഈ രാത്രി ദൈവം അത് പറയാ, ഒന്നും കാണാത്തപ്പോൾ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന എന്റെ മഹത്വത്തിന്റെ സ്വഭാവം ഈ രാത്രി ആഹവയ്ക്കകത്ത് വ്യാപരിക്കുകയാണ്. ഉടാല റഗലഗടകരഗ ശ്മതിരിയാന്തര. എന്റെ കൂടെ വരണേ. ഞാൻ അല്പം വചന വെളിപ്പാടിലോട്ട് പോവാ. മോശ എന്ന ദൈവമനുഷ്യൻ ഹോരേബ് എന്ന പർവ്വതത്തിനകത്ത് സാധാരണ നടക്കുന്ന പോലെ ചെന്നു കയറിയപ്പോ പുള്ളി കണ്ട ഒരു കാഴ്ച, ബേണിംഗ് തോൺ ബുഷ്, കത്തുന്ന മുൾച്ചെടി. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എത്രയോ നല്ല വൃക്ഷങ്ങൾ അതിനകത്തുണ്ട്, എത്രയോ നല്ല മരങ്ങൾ അതിനകത്തുണ്ട്. ഒരുപക്ഷെ ദേവദാരു കണ്ടേക്കാം, ഒരുപക്ഷെ ഒലിവ് മരവും കണ്ടേക്കാം. എന്നാൽ ദൈവം വെളിപ്പെടാൻ ഉദ്ദേശിച്ചത് ആ മുള്ളുള്ള ഒരു ചെടിയാണ്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എന്താ നീ അത് തിരഞ്ഞെടുത്തേ? നിന്റെ മഹത്വത്തെ അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ ഈ മുൾച്ചെടി എന്തിനാ തിരഞ്ഞെടുത്തേ? ഉടനെ കർത്താവിനോട് പറഞ്ഞൊരു വാക്കിതാണ്, ഈ മുൾച്ചെടിയും ഞാനുമായിട്ട് ഭയങ്കര ഒരു ബന്ധമുണ്ട്. ഏദനിൽ ആദ്യ മനുഷ്യൻ തേജസ് വാരി ഉടുത്തവനായി എൻ്റെ കൂടെ ദിനവും സന്ദർശിക്കപ്പെട്ടവനായി ഇരുന്ന ഒരു കാലമുണ്ട്. ഞാൻ അവനെ ഡെയിലി സന്ദർശിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഈ കാലത്തിൽ ഈ ഭൂമിയിൽ ഒരു മുള്ളും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഈ കാലഘട്ടത്തിൽ ഭൂമിയിൽ ഒരു മുള്ളും ഇല്ലായിരുന്നു. എന്നാൽ അവൻ്റെ അകത്ത് പാപം പ്രവേശിച്ചപ്പോൾ മനുഷ്യനോടുള്ള ബന്ധത്തിൽ യഹോവയായ ദൈവം പറഞ്ഞു, നിന്റെ മേൽ കിടക്കുന്ന ഒരു ശാപമാണ്, ഇവിടെ മുള്ളും പറക്കാരയും മുളയ്ക്കും. അങ്ങനെ വെളിപ്പെട്ട ശാപം ആ നാൾ മുതൽ ഒരു തലമുറയെ പിന്തുടർന്ന് മുള്ളിലേക്ക് അടുക്കാതെ നിൽക്കുന്ന ഒരു തലമുറ. നിങ്ങൾ ചിന്തിച്ചേ, മുള്ളിലേക്ക് അടുക്കാത്ത ഒരു തലമുറ. ഇവർ പാപം ഇവരുടെ അകത്ത് പ്രവേശിച്ച നാൾ മുതൽ
പാപം ഇവരുടെ അകത്ത് വീണ നാൾ മുതൽ, പിശാച് അത് വിതച്ച നാൾ മുതൽ, ഈ പാപം ഇവരെ മുള്ളിനോട് ചേർത്ത് വെച്ച് കൊണ്ടുപോയി. ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് ഒത്തിരി മരങ്ങൾ ചൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായ ഒന്നാണ് ഈ മുള്ളും. ഇനി എനിക്ക് ഇവനിലേക്ക് വെളിപ്പെട്ട് ഇവനെ ഒന്ന് പുറത്തെടുത്ത് ഇവനിലൂടെ ഒരു യേശു ക്രിസ്തുവിനെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഞാനിട്ട ശാപത്തിൽ ഞാൻ തന്നെ ഇറങ്ങണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യഹോവയായിട്ട ശാപത്തിനകത്തുനിന്ന് ഒരു തലമുറയെ പുറത്തിറക്കാൻ അവൻ തന്നെ താൻ ശാപമാവണം. ഞാൻ പറയുന്ന വചനം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അവൻ തന്നെ ശാപമാകണമെങ്കിൽ ഈ ശാപമായ ശപിക്കപ്പെട്ട ഭൂമിയിൽ ശാപമായി വീണ വിത്തിന്റെ മേൽ അവൻ തന്നെ വെളിപ്പെടണം. ശാപമായി വീണ വിത്ത് മുള്ളായി നിൽക്കുമ്പോൾ യഹോവയായ ദൈവം പറഞ്ഞു, ഈ ശാപത്തെ അനുഗ്രഹമാക്കാൻ ഞാൻ അതിനകത്ത് ഇറങ്ങുകയാണ്. ഈ രാത്രി ചിലരോട് പറയുകയാണ്, നിന്നോട് അടുക്കാൻ കഴിയാത്ത നിലയിൽ നിന്റെ സ്വഭാവമോ നിന്റെ രീതികളോ നിന്റെ ഇച്ഛകളോ നിന്റെ ആഗ്രഹങ്ങളോ മുള്ള പോലെ ആയിരിക്കാം. എന്നാൽ ആത്മാവ് പറയുന്നു, ഞാൻ നിന്റെ അകത്തിറങ്ങും. എന്റെ ദൈവത്തിന്റെ സ്വഭാവം ഏതു ശാപത്തെയും അവൻ പൊട്ടിക്കും. തലമുറകളായി കൈമാറി വരുന്ന ഏത് ശാപമായിക്കൊള്ളട്ടെ, ഏത് പൈശാചിക ബന്ധനമായിക്കൊള്ളട്ടെ, ഏത് മന്ത്രവാദ ശക്തിയായിക്കൊള്ളട്ടെ, നിന്റെ കുടുംബത്തിന് നേരെ നേർച്ച കാഴ്ചകളായിക്കൊള്ളട്ടെ, പരിശുദ്ധാത്മാവേ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാ, മഹത്വം ഈ രാത്രി നിന്റെ ലൈഫിൽ ഇറങ്ങുകയാ. കർത്താവ് പറഞ്ഞു, ഞാൻ പറഞ്ഞ ശാപത്തെ എനിക്കല്ലാതെ വേറെ ആർക്കും അഴിക്കാൻ പറ്റിയല്ല. നിന്റെ അപ്പൻ പറഞ്ഞത്, നിന്റെ അമ്മ പറഞ്ഞത്, നിന്റെ കുടുംബക്കാർ പറഞ്ഞത്, നിന്റെ നാട്ടുകാർ പറഞ്ഞത്, ശപിച്ച് തുപ്പിയത് എല്ലാം ഒരൊറ്റ നാമത്തിൻ്റെ മുമ്പിൽ ആടങ്ങും. ആ നാമം യേശുവിൻ്റെ നാമമാണ്. ഈ രാത്രി നിന്നോട് പറയാം, എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ ശാപത്തെ ആർക്കും അഴിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് മുള്ളൊരു ശാപമാണെങ്കിൽ എൻ്റെ ദൈവം പറഞ്ഞു, ഞാൻ ആ ശാപത്തിനകത്തിറങ്ങും. ഈ രാത്രി നിന്റെ കുടുംബത്തിനകത്ത് നീ ശാപമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നീ ശപിക്കപ്പെട്ടവനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുക, മഹത്വം ഇറങ്ങിയാൽ നിന്റെ ശാപം അനുഗ്രഹമായി മാറാൻ പോകുകയാണ്. ഒരു തലമുറയെ പുറത്തിറക്കാൻ, ഒരു കുടുംബത്തെ പുറത്തെടുക്കാൻ മോശ എന്ന ദൈവമനുഷ്യന് വേണ്ടി മുൾപ്പടർപ്പില് ഇറങ്ങിയ ദൈവത്തിന്റെ തേജസ് ഈ രാത്രി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരങ്ങളെ അടിച്ച് ചില നിമിഷങ്ങൾ ആത്മാവിൽ പ്രതികരിക്കാം. ആത്മാവിൽ പ്രതികരിക്കുന്നതിനോട് ചില ശാപങ്ങൾ രാത്രി പൊട്ടുകയാണ്. യേശുവിലൂടെ, ക്രൂശിലൂടെ, അവൻ ക്രൂശിൽ ശാപമായാൽ നിന്റെ ശാപം അവിടെ ബ്രേക്ക് ആയതാ. വിശ്വസിക്കുക രാത്രി, വിശ്വസിക്കുക രാത്രി. നിന്നെ പിന്തുടരാൻ കഴിയത്തില്ല. ഓ ഷേരെ മാനിയാം ഥേ, ആസറ്റാരിയാം ഥേ, റബത്തി ഭ്രമരിയാം ഥേ, ലതേരിയാം ധനാദിയ. നിന്റെ കുടുംബത്തെ ആയുസ്സിലേക്ക് ദൈവാത്മാവിനോട് ഇങ്ങനെ പറയുന്നു, നിന്റെ കുടുംബത്തിനകത്ത് മധ്യായുസ്സിൽ നശിപ്പിച്ചു കളയുന്ന ഒരു പിന്തുടർച്ച ഉണ്ടോ? ഈ രാത്രി സകലത്തിനും പേർ വരുവാൻ കാരണമായി അവന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നതാകയാൽ ഞാൻ അവന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആത്മാവിൽ സകല ശാപത്തെയും ഈ രാത്രി ചവിട്ടുകയാണ്. നിന്റെ പ്രായം, നിന്റെ വയസ്സ് അഭിഷേകം തീരുമാനിക്കാം. അഭിഷേകം, അഭിഷേകം. ഹോറാബാബ പ്രഭാരിയാന്തര ഹരദിയാന്തേ ഷതേലിയാന്തേ റവതിയാന്തേ രദിരിയാന്തേ അസത്തേ റിബത്തേ.
ചിലപ്പോൾ നിന്റെ കുടുംബക്കാർക്കൊരു മുള്ളായേക്കാം, നീ ചിലപ്പോൾ നിന്റെ കൂട്ടുകാർക്കൊരു മുള്ളായേക്കാം, നീ ചിലപ്പോ നിന്റെ കൂടെയുള്ളവർക്കൊരു മുള്ളായേക്കാം. എന്നാൽ ഈ രാത്രി കർത്താവ് പറയുന്നു, ഏത് മുള്ളിനെ ഞാൻ എടുക്കും, ഏത് മുള്ളിനെ ഞാൻ ചൂസ് ചെയ്യും. ഈ രാത്രി നീ ആരോടും പറയാതെ, എനിക്ക് കൂട്ടുകാരില്ലല്ലോ, എന്നോടാരും ചേർന്ന് നിൽക്കുന്നില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് ചിന്തിക്കുന്ന നിന്നോട് ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയാം, നീ തനിച്ചല്ല. ദൈവത്തിന്റെ അറ്റ്മോസ്ഫിയർ നിന്റെ മേൽ വെളിപ്പെട്ടിരിക്കുന്നു. That is glory. That is glory. That is glory. That is glory. Lariam Bragasmini Andaradara. Jesus. Oh, Jesus. നിങ്ങളെ ആ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. മോശേ, നീ തീ കണ്ടപ്പോൾ നിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായി. ആ പ്രതികരണം എന്താണെന്നറിയാവോ? ആ പ്രതികരണം ഇത് എന്ത് എന്ന് കാണാൻ അടുത്തു ചെന്നു. നിന്നോട് ഈ രാത്രി കർത്താവ് പറയുക, ഒരു സ്റ്റെപ്പ് കൂടെ എടുത്തു പോയി. നീ 25 ദിവസം ഇരുന്നിട്ട് ദൈവശബ്ദം ചിലപ്പോൾ കേട്ടില്ലെന്ന് വന്നേക്കാം. എന്നാൽ കർത്താവ് പറയുന്നു, 25 കൊണ്ട് മടുക്കരുത്, ഒരു സ്റ്റെപ്പ് കൂടെ എടുത്തു പോയി. I will show my glory. ഞാൻ എൻ്റെ മഹത്വത്തെ നിന്നെ കാണിക്കും. ഈ രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നീ ഒരുപാട് കാലമായിട്ട് വെയിറ്റിങ്ങിലാണല്ലേ? ചിലരുടെ വെയിറ്റിങ്ങിനെ കർത്താവ് ബ്രേക്ക് ചെയ്യുകയാണെന്ന് പ്രവചിക്കാൻ കർത്താവിനോട് പറയുന്നു. ചിലരുടെ വെയിറ്റിംഗ് പീരീഡുകൾ ഈ രാത്രി പൊട്ടുകയാണ്. ഒരു തലമുറയെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കാൻ ഇവിടെ ഒരു മോശയെ, ഇസ്രയേലെ നീ അറിയുന്നില്ല, ഒരു മോശ അവിടെ എഴുന്നേറ്റിരിക്കുന്നു. നീ അറിഞ്ഞിട്ടില്ലേ? മിസ്രൈമിൽ കിടക്കുന്നവനെ നീ അറിഞ്ഞിട്ടില്ല, ഒരു മോശ എഴുന്നേറ്റിരിക്കുന്നു. ഈ രാത്രി ചിലരോട് പറയുകയാണ്, നീ ഇതുവരെ മഹത്വം കണ്ടിട്ടില്ല. നിന്റെ പ്രശ്നത്തെ നീ വരുന്നതിന് മുമ്പേ മഹത്വം ഡീൽ ചെയ്യാൻ തയ്യാറാണ്. നിനക്ക് പ്രതികരിക്കാമോ ഈ രാത്രി? നിന്റെ പ്രതികരണം എനിക്കിത് അടുത്തു ചെന്ന് കാണണോ? ഓ കുടാല ലിബാരിയ റബരഗദന മഹത്വം വീഴട്ടെ ഇതിനകത്ത്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവത്തിന്റെ ഗ്ലോറി ഇതിനകത്ത് മാനിഫെസ്റ്റ് ചെയ്യട്ടെ. ഓ മഹത്വത്തെ കാണാൻ പോകാത്ത ഒരു തലമുറ ആണ് മോശ. പുള്ളി മഹത്വത്തെ കാണാൻ പോയതല്ല, മഹത്വം എന്താണെന്ന് അറിയാൻ പോയതല്ല. പക്ഷേ ദൈവത്തിൻ്റെ സമയമായതുകൊണ്ട് നിന്റെ ഭയത്തെയും നിന്റെ വേദനയെയും ഒരു കൂട്ടത്തിൻ്റെ നിലവിളിയെയും ഞാൻ ഇങ്ങനെ പറയാം. ഈ രാത്രി നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ രാത്രി ഞങ്ങളെയും ഇവിടെ നിൽക്കുന്ന ദൈവദാസന്മാരും നിങ്ങൾക്ക് ശുശ്രൂഷകരായി കർത്താവ് നിർത്തിയിരിക്കുന്നു കൃപയാൽ. പക്ഷേ നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ മറുപടി അല്ല ഒരു കൂട്ടം വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചു കാനഡയുടെ പട്ടണത്തിൽ ഒരു ചർച്ചിനെ എഴുന്നേൽപ്പിക്കണമെന്ന്. അതിൻ്റെ റിസൾട്ടാ ഈ രാത്രി ഈ കൂടിയിരിക്കുന്ന ജനം. നീ ഇന്ന് കാണുന്ന കൂട്ടം ഇന്നത്തെ പ്രാർത്ഥനയുടെ മറുപടി ആകണമെന്ന് നിർബന്ധമില്ല. മോശയുടെ ജനനം 400 വർഷത്തെ പ്രാർത്ഥനയാ.
മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? മോശ എന്ന ഒരു മനുഷ്യന്റെ ജനനം 400 വർഷത്തെ പ്രാർത്ഥനയാണെങ്കിൽ ഈ രാത്രി നിന്റെ പ്രാർത്ഥന നിനക്ക് തോന്നിയേക്കാം അഡ്വാൻസ്ഡ് ആണെന്ന്. തിരിച്ചറിഞ്ഞോ, അടുത്ത തലമുറ എൻകൗണ്ടർ ചെയ്യാൻ നീ പോലും കാണാത്ത ഒരു മണ്ഡലത്തിൽ മോശ എന്ന ദൈവ മനുഷ്യൻ എഴുന്നേൽക്കുന്നു. ഈ രാത്രി ഇതിനകത്ത് ചിലരെ മഹത്വത്തിൽ പ്രവേശിപ്പാൻ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ആണ്ടുകൾ കഴിയും മുമ്പേ അവന്റെ പ്രവൃത്തിയെ തികയ്ക്കുന്ന ഒരു കർത്താവ് ഈ രാത്രി ചിലരെ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രാർത്ഥനയുടെ മറുപടിയായി ചിലരെ മഹത്വത്തിൽ എഴുന്നേൽപ്പിക്കുകയാണ്. മിസ്രൈമിൽ കിടക്കുന്ന ആ പരാധീനതയിൽ കിടക്കുന്ന ജനം ഒരിക്കലും കണ്ടില്ല മോശ എന്ന ദൈവമനുഷ്യൻ ഇപ്പോൾ എവിടെയുണ്ടെന്ന്. എന്നാൽ കാണാത്ത ഒരു മണ്ഡലത്തിൽ മോശ എന്ന ദൈവമനുഷ്യൻ ശക്തിയിൽ വളരുന്നു. ഈ രാത്രി ആത്മാവിൽ പറയാ, നിന്റെ മറുപടി നിനക്ക് കാണാത്ത ഒരു മണ്ഡലത്തിൽ ശക്തിയോടെ ശക്തിയോടെ വളരുകയാ. ഈ രാത്രി പ്രാപിക്കവനെ പ്രാപിക്കവനെ പ്രാപിക്കവനെ. നീ കാണാത്ത ഒരു മണ്ഡലത്തിൽ ദൈവാത്മാവ് മഹത്വമുള്ളവരെ തലമുറയെ എഴുന്നേൽപ്പിക്കുന്നു. ഈ രാത്രി കരങ്ങളെ അടിച്ച് വായ്കളെ തുറന്ന് ആത്മാവിൽ ഈ മണ്ഡലത്തോട് പ്രതികരിക്കുക. മിസ്രൈമിൽ കിടക്കുന്ന ഇസ്രായേലേ, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഏതെങ്കിലും ഒരുത്തൻ എഴുന്നേറ്റാ പോരാ. ഏതെങ്കിലും ഒരുത്തൻ എഴുന്നേറ്റാ പോരാ. മഹത്വം ചുമക്കുന്നവൻ തന്നെ എഴുന്നേൽക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയുടെ ഏറ്റവും ചെറിയ സ്വഭാവം, there should be a manifestation of glory. നിന്റെ പ്രാർത്ഥനയുടെ മറുപടിക്ക് മഹത്വത്തിന്റെ സ്വഭാവം ഉണ്ടാകണം. ഈ രാത്രി തിരിച്ചറിഞ്ഞോ, നീ മഹത്വത്തിൽ ജനിച്ചവനാണെങ്കിൽ, നീ മഹത്വത്തിൽ ജീവിക്കുന്നവനാണെങ്കിൽ, നിന്റെ പ്രാർത്ഥന സഞ്ചരിക്കുന്നത് മഹത്വത്തിലൂടെയാണ്. നിന്റെ ആരാധന കയറിപ്പോകുന്നത് മഹത്വത്തിലൂടെയാണ്. ഓ റബാബ ശദാലിയാം ദരബനാദിയാര. You might not able to travel through glory, but your prayer can. നിനക്കെപ്പോഴും നിന്റെ ഭൗതിക ശരീരം, ഫിസിക്കൽ ബോഡി മഹത്വത്തിനകത്തൂടെ കടത്തിവിടാൻ നിന്റെ ലോകത്തിന്റെ ചുറ്റുപാടുകളുള്ള സാഹചര്യം അനുവദിച്ചില്ലെന്ന് വന്നേക്കാം. എന്നാൽ നിന്റെ അകത്ത് വസിക്കുന്ന പരിശുദ്ധ ആത്മാവിന് ഏതു സമയത്തും മഹത്വവുമായി കൂട്ടിമുട്ടാൻ യാതൊരു മടിയുമില്ല. അതുകൊണ്ടാണ് നിന്റെ അകത്ത് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. നീ വീഴുമെന്നറിഞ്ഞിട്ടും, നീ പരാജയപ്പെടുമെന്നറിഞ്ഞിട്ടും മഹത്വം നിന്നിൽ നിന്ന് പോയി പോകാതിരിക്കാൻ ഒരു പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ അവനാക്കി. ദൈവമഹത്വത്തിൽ ജീവിച്ച ഒരു തലമുറ പാപം പ്രവേശിച്ചപ്പോൾ ദൈവമാക്കി വെച്ചിരുന്ന തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കേണ്ടി വന്നെങ്കിൽ ദൈവം ഇനി അതൊന്നും കൂടെ ആഗ്രഹിക്കുന്നില്ല. ദൈവം അത് നിന്നെ പുറത്താക്കാൻ ഒന്നും കൂടെ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിനക്ക് തനിയെ നിൽക്കാൻ കഴിയത്തില്ലെന്ന് അറിഞ്ഞ് അവൻ പറഞ്ഞു, ഞാൻ പോകുന്നത് പ്രയോജനം. ഞാൻ പോയ ശേഷം മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ ഞാൻ ചെയ്തതിലും അധികം നിന്നെ കൊണ്ട് ചെയ്യിക്കും. ഈ രാത്രി ഇതിനകത്തിരിക്കുന്നവരുടെ ആത്മാവിൽ പറയാം, നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന, നിന്റെ അകത്ത് വസിക്കുന്ന ഗ്ലോറിയാണ്. ജീസസ് നെയിം. പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാമോ? എല്ലാവരും കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. കർത്താവ് ഇവിടം മുതൽ
ഈ അന്തരീക്ഷത്തെ ഷിഫ്റ്റ് ചെയ്യാൻ പോവാ. ആഗ്രഹമുള്ളവർ, കൊതിയുള്ളവർ വായ്കളെ തുറന്ന് കണ്ണുകളെ അടച്ച് കർത്താവിനോട് സംസാരിക്കുക. I want to see you glory. I want to see you glory. എനിക്ക് നിന്റെ മഹത്വം കാണണം. നിന്റെ അടുത്തിരിക്കുന്നവരെ നോക്കണ്ട, നിന്റെ ചുറ്റുമുള്ളവരെ നോക്കണ്ട. സ്വർഗം ഇപ്പോൾ ചിലരുടെ മേൽ ഇത് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് എന്നോട് പ്രവചിക്കാൻ പറയുന്നു. നിനക്ക് മോശ ചെയ്തതുപോലെ അടുത്തു ചെന്ന് കാണാനുള്ള ഒരു പ്രതികരണം ഈ രാത്രി ചെയ്യാമോ? ഒന്ന് പ്രതികരിക്കാമോ? ഈ അറ്റ്മോസ്ഫിയറിനോടൊന്ന് പ്രതികരിക്കാമോ? ഞാൻ അടുത്ത നിമിഷം ഇതിന് റിലീസ് എന്ന് പറയുമ്പോൾ ഈ മഹത്വം നിന്റെ മേൽ വ്യാപരിക്കും. 3, 2, 1 റിലീസ്. അന്തരീക്ഷത്തോട് പ്രതികരിക്കാമോ ഇപ്പോൾ? ഈ അന്തരീക്ഷത്തോട് നീ മഹത്വത്തെ അനുഭവിക്കാൻ പോകുകയാണ്. From glory to glory. ചിലരെ ഷിഫ്റ്റ് ചെയ്യുന്നു പരിശുദ്ധാത്മാവ്, ചില ലൈഫിനെ ഷിഫ്റ്റ് ചെയ്യുന്നു. Fire, holy fire. പ്രതികരിക്കുക, ആത്മാവിൽ പ്രതികരിക്കുക. Glory is moving here. 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 ഈ ദൂത് പിടിച്ചോണം. നിങ്ങൾക്ക് എങ്ങനെ ഈ ദൂത് പിടിക്കാൻ പറ്റുമോ അങ്ങനെ അടുത്ത ദൂതിനെ നിങ്ങൾ പിടിച്ചോണം. മോശ എന്ന ദൈവമനുഷ്യൻ ഹോരേബോളം ചെന്ന് നിൽക്കുമ്പോൾ മോശ അറിയാത്ത ഒരു കാര്യം മോശയുടെ മേൽ നടന്നു. അതെന്താണെന്ന് ഈ രാത്രി ഞാൻ പറയാൻ പോകുകയാ. മോശ അറിയാത്ത ഒരു കാര്യം മോശയുടെ മേൽ നടന്നു. മോശേ, ഇന്നലെ വരെ നിന്റെ പേര് പ്രവാസി എന്നാണെങ്കിൽ ഈ എൻകൗണ്ടർ മുതൽ നിന്റെ പേര് വാഗ്ദത്ത സന്തതി എന്നാ. നീ വാഗ്ദത്തത്തെ പുറപ്പെടുവിക്കുന്നവനെന്നാ ഈ രാത്രി തിരിച്ചറിഞ്ഞോ. ഈ മഹത്വത്തെ നീ എൻകൗണ്ടർ ചെയ്താൽ he will change your name. നിന്റെ പേരവൻ മാറ്റും. നീ ഒരു പ്രവാസിയല്ല, നീ അടുത്ത വാഗ്ദത്തത്തിന്റെ തലമുറയാണ്. ചിലരുടെ മേൽ ഈ വാഗ്ദത്തം ഈ രാത്രി റിലീസ് ആവുകയാണ്. വാഗ്ദത്തം റിലീസ് ആകുന്നല്ലോ. ഗ്ലോറി ഈസ് റിലീസ്. ഓ രാബ ഷൈഡബ ലഗതിരി അംബര. അന്തരീക്ഷം തിരിയട്ടെ യേശുവിന്റെ നാമത്തിൽ. തിരിയട്ടത്. ഓ ശബാര ധിബാരിയ. Moshe, when you encounter with glory, God will not only change you, your staff too. മഹത്വവുമായി നീ എൻകൗണ്ടർ ചെയ്യുമ്പോൾ മോശെ നിന്നെ മാത്രമല്ല മാറ്റുന്നത്, നിന്റെ കയ്യിലിരിക്കുന്ന വടി കൂടെ ഞാൻ മാറ്റും.
ദൈവം അപ്പോൾ രണ്ടാമത്തെ വാക്ക് ആവശ്യപ്പെട്ടു. മോശേ, വാട്ട് യു ഹാവ്, വാട്ട് യു ആർ ക്യാരിങ്. നീ എന്താണ് ക്യാരി ചെയ്യുന്നത്? നീ എന്താണ് ക്യാരി ചെയ്യുന്നത്? മോശയോട് ദൈവം ചോദിച്ച ചോദ്യമാണ്, നീ എന്താണ് ക്യാരി ചെയ്യുന്നത്? ഈ രാത്രി ദൈവസഭയോട് ചോദിക്കുകയാണ്, നീ എന്താണ് ക്യാരി ചെയ്യുന്നത്? നീ എന്താണ് ക്യാരി ചെയ്യുന്നത്? Put that down. അതിവിടെ ഇട്, അതിവിടെ ഇട്. ഞാൻ അതിനെ മാറ്റി കാണിക്കാം. നിന്നെ മാത്രമല്ല, നിന്റെ കയ്യിലിരിക്കുന്ന വടിയെ കൂടെ ഞാൻ മാറ്റി കാണിക്കാം. Put that down. ഒന്നാമത് പറഞ്ഞു, throw that away. Put that down. Throw that away. Put that down. കർത്താവ് രാത്രി മഹത്വത്തെ തൊടുവിക്കാൻ നിന്നോട് ആവശ്യപ്പെടുന്ന രണ്ട് കാര്യമാണ്. Throw that away and put that down. What do you have? What do you have? പ്രതികരിക്കാമോ? നിന്റെ കയ്യിൽ എന്താ ഉള്ളേ? എടാ, നിന്റെ കയ്യിൽ മാനുഷികമായ വടിയാണെന്ന് അങ്ങ് പറ. മോശയ്ക്ക് അങ്ങനെ അഭിഷേകമുള്ള വടിയൊന്നും പറയാൻ ഒന്നുമില്ലായിരുന്നു കേട്ടോ. മോശയ്ക്ക് പറയാനുള്ളത് ആടിന്റെ മണമുള്ള ഒരു വടിയാപ്പ. ആടിന്റെ മണമുള്ള ഒരു വടിയാ, വലിയ വൃത്തിഹീനമായ ഒരു വടിയാ. കാണാൻ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ഇത് ഹാൻഡ് ഓവർ ചെയ്യാനൊന്നും കൊള്ളാവുന്ന ഒരു വടിയല്ല ഇത്. എന്നാൽ ദൈവം പറഞ്ഞു, നിന്റെ കാഴ്ചയിലല്ലേ അത് കൊള്ളാത്തതുള്ളൂ, നീ അതിനെ മഹത്വത്തിലൂടെ ഒന്ന് കയറ്റിവിട്, ഞാൻ അതിനെ കൊള്ളാവുന്നതാക്കി മാറ്റാം. ഈ രാത്രി നിന്റെ കയ്യിലുള്ളതിന് ഈ രാത്രി മഹത്വത്തിലൂടെ ഒന്ന് കയറ്റിവിട്, ഞാൻ അതിൻ്റെയും പേര് മാറ്റോ. ഓ, പുറപ്പാട് പുസ്തകം 17 പറയുന്നു, ഈ വടിക്ക് പേര് മാറി ദൈവത്തിന്റെ വടി. ഈ രാത്രി ചിലരോട് പറയുക, put that down and may go through the glory of God. I will change the name. ആ വസ്തുവിന്റെ പേര് ഞാൻ മാറ്റും. അതിന്റെ പേര് മഹത്വം തൊട്ട വടി. ഇത് ദൈവത്തിന്റെ വടിയാണ്. നിന്നിൽ മഹത്വം വസിക്കുന്നത് കൊണ്ട് നിന്റെ പേര് ദൈവത്തിന്റെ മകനെന്നായെങ്കിൽ മോശേ, നീ കേട്ടറിഞ്ഞത് ആളുകളെ ചേഞ്ച് ചെയ്യുന്ന ദൈവത്തെ അല്ലേ? വ്യക്തികളെ മാത്രം സ്വാധീനിക്കാൻ പറ്റുന്ന ദൈവത്തെ അല്ലേ? എന്നാ ഇതുവരെ റിവീൽ ചെയ്യാത്ത ഒരു സ്വഭാവം കൂടെ ഞാൻ റിവീൽ ചെയ്യാം. എനിക്ക് ജീവൻ പോലും ഇല്ലാത്ത വസ്തുവിനെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയും. ഒരു ദൂത് പറഞ്ഞ എടുക്കുവോ? നിന്റെ നിർജീവമായി കിടക്കുന്ന വിഷയങ്ങളെ മഹത്വം ജീവനുള്ളതാക്കി മാറ്റും. മെഡിക്കൽ സയൻസ് പറഞ്ഞേക്കാം മരിച്ചെന്ന്, വൈദ്യശാസ്ത്രമായിരിക്കാം പറഞ്ഞത് മരിച്ചെന്ന്, നിന്റെ കൂട്ടുകാരുടെ അനുഭവം പറഞ്ഞേക്കാം മരിച്ചെന്ന്. എന്നാൽ ആശയോടെ വിശ്വസിക്കുന്ന ഒരു അബ്രഹാമ്യ പിന്തുടർച്ച നിന്റെ മേലുണ്ടെങ്കിൽ റോമാലേഖനം പറയുന്നു, കാണുന്നതിനെ അല്ല കാണാത്തതിന്. ഈ രാത്രി നിനക്ക് വിശ്വസിക്കാമോ? നിന്റെ മേൽ വ്യാപരിക്കുന്ന മഹത്വം കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. ഓ ഓ ശതേലറിയാം തേര റിഗാരിയം ദരമനാദിയാദര. എന്റെ കൂടെ വന്നേ. ഈ തലമുറ പാരലൽ വേൾഡിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നവരാ. ഒരു വചന വെളിപ്പാട് പറയട്ടെ. മിസ്രൈമിലെ പ്രാർത്ഥനയ്ക്ക് ഹോരേബിൽ മറുപടി. മിസ്രൈമിലെ പ്രാർത്ഥനയ്ക്ക് ഹോരേബിൽ മറുപടി. നിന്റെ മറുപടിയിലേക്ക്
ഒരു സ്റ്റെപ്പ് കൂടി രാത്രി എടുത്തു വെക്ക. മോശേ, മിസ്രൈമിലെ പ്രാർത്ഥന എന്ന ആ കൂട്ടായ്മയിലേക്ക് നീ ഇപ്പോൾ ചെന്നിട്ട് ഏകദേശം 40 വർഷമായി. 40 വർഷമായിട്ട് ആ കൂട്ടായ്മയ്ക്ക് ഒരു ബന്ധവും ഇല്ല നിനക്ക്. പ്രത്യേകിച്ച് യാതൊരു കണക്ഷനും ഇല്ല ആ കണ്ണുനീരുമായിട്ട് നിനക്ക്. നീ ഇപ്പോൾ ഇത്രോവിൻ്റെ ആടുകളെയൊക്കെ മേയിച്ച് വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുക. എന്നാൽ നിന്നെ അതിലേക്ക് കണക്ട് ചെയ്യാത്ത കാര്യം ഭയമാണെന്നറിയാമെന്ന് ഞാൻ നീ ചോദിക്കാത്ത സമയത്ത് നിനക്ക് വേണ്ടി നിനക്ക് മുമ്പേ റിവീൽ ചെയ്യപ്പെടുകയാണ്. ഈ രാത്രി നിങ്ങളോട് ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയാം, നിന്റെ പ്രാർത്ഥന ഇവിടാണെങ്കിൽ രാജ്യങ്ങൾക്കപ്പുറത്ത് മറുപടി. ഈ രാത്രി കർത്താവ് എന്നെ UK കാണിക്കുന്നു. UK ഈ വചനം കേൾക്കുന്ന ഒരു അഭിഷിക്തനോട് ദൈവാത്മാവിൽ ഞാൻ പ്രവചിച്ച് പറയുകയാണ്, നിന്റെ ലൈഫിനകത്ത് ഇതുവരെ കാണാത്ത ഒരു ട്രാൻസ്ഫോർമേഷൻ കർത്താവ് ചെയ്യാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്. നിന്റെ കയ്യിൽ ഉള്ളത് എൻ്റെ ദൈവത്തിന് വേറൊരു രീതിയിലാണ് ഉപയോഗിക്കാൻ ആഗ്രഹം. ഈ രാത്രി നിന്നോട് ആവശ്യപ്പെടുന്നു, put that down. I will change that name. ഞാൻ അതിൻ്റെ പേര് മാറ്റാൻ പോകുകയാണ്. ഈ രാത്രി അവരോട് മാത്രമല്ല നിങ്ങളോടും പറയുകയാണ്, നിങ്ങളുടെ ലെവലിനെ മാറ്റാൻ നിങ്ങൾ മഹത്വത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വർഗം അവസ്ഥകളെ മാറ്റും. ഈ മറുപടി ഒരു പക്ഷേ നിന്റെ പ്രാർത്ഥനാ മുറിക്ക് മുമ്പിൽ കണ്ടില്ലെങ്കിലും ഒരു പാരലൽ വേൾഡിൽ മഹത്വം നിനക്ക് വേണ്ടി മറുപടികളുമായി ഇറങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ രാത്രി നീ തിരിച്ചറിഞ്ഞോണ്. ഇവിടെ ഇരുന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പാരലൽ വേൾഡ് ആകുന്ന ആത്മമണ്ഡലത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് മറുപടിയുമായി ഇറങ്ങി നിൽക്കുന്നു എന്ന് പ്രവചിക്കാൻ കർത്താവിനോട് പറയുന്നു. ഇത് രാത്രി വിശ്വസിക്കാമെങ്കിൽ കരങ്ങളെ അടിച്ച് വായ്കളെ തുറന്ന് ആ ആത്മമണ്ഡലത്തിലെ രുചിവ് നിനക്ക് മറുപടി ദൈവം ഡിസെൻഡ് ചെയ്യുകയാണ്. നിന്റെ മറുപടി നിന്റെ മാനേജർ അല്ല, നിന്റെ മറുപടി നിന്റെ അപ്പനും അമ്മയല്ല, നിന്റെ മറുപടി ഡോക്ടർമാർ പറയുന്നതല്ല, നിന്റെ മറുപടി ആത്മമണ്ഡലം പറയും. നിന്റെ മറുപടി ആത്മമണ്ഡലം പറയോ. ചിലരോടൊക്കെ കർത്താവ് വ്യക്തിപരമായി ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു. വിട്ടുകൊടുക്കാമോ കർത്താവിന്? രാത്രി പരിസരം മറന്ന് കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവം നിങ്ങളുടെ അവസ്ഥകളെ തിരിക്കും. ദൈവം നിങ്ങളുടെ സാഹചര്യങ്ങളെ തിരിക്കും. ഈ സ്ഥലത്തിൽ മോശ ചെന്ന് കയറി നിൽക്കുമ്പോൾ, മോശേ നീയല്ല മാറിയത്, നിന്നെ മാത്രമല്ല ഞാൻ മാറ്റുന്നത്, നിന്റെ വടിയെ മാത്രമല്ല മാറ്റുന്നത്, നിന്റെ ടൈമിനെ കൂടെ ഞാൻ മാറ്റാൻ പോകുകയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മോശേ, not only you, not only your staff, I'm going to change your time. ഞാൻ നിന്റെ സമയത്തെ മാറ്റാൻ പോകുകയാണ്. നിന്നോട് ദൈവാത്മാവ് ഈ രാത്രി പറയുകയാണ്, നിന്റെ സമയത്തെ ഈ രാത്രി ദൈവം ആത്മമണ്ഡലത്തിൽ തിരിക്കുകയാണെന്ന് പ്രവചിക്കാൻ കർത്താവിനോട് പറയുന്നു. ടൈമിനെ തിരിക്കുന്ന ഒരു ദൈവം, സമയത്തെ തിരിക്കുന്ന ഒരു ദൈവം, സമയത്തെ തിരിക്കുന്ന ദൈവ മഹത്വം. ചന്ദ്ര നീ ഗിബയോനിലോ, സൂര്യ നീ അയ്യാലോ താഴ്വരയിലോ നിൽക്ക എന്ന് മഹത്വം ട്രാൻസ്ഫർ ആയ യോശുവയുടെ തലമുറ പറഞ്ഞപ്പോൾ സൂര്യനും ചന്ദ്രനും അവിടെ നിന്നെങ്കിൽ ഈ രാത്രി നിന്നോട് പറയുക, നീ മഹത്വം വഹിക്കുന്നവനല്ല, മഹത്വത്തിൽ ജനിച്ചവനാണ്. മഹത്വത്തിൽ ജനിച്ച തലമുറയുണ്ടെങ്കിൽ ഈ രാത്രി ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങുക. You can change your time. Your glory can change your time. Your anointing can. Odaba raga riyamde rabashmana diyadara. Ha sa thala riga riyamdara.
ദൈവാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു, നിന്റെ സമയം ഇന്നു മുതൽ തിരിയുകയാണെന്ന്. പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു, നീ എൻകൗണ്ടർ ചെയ്തിരിക്കുന്നത് ഒരു ഗ്ലോറിയുമാണ്, ഗ്ലോറിയുമായാണ്. യേശുവിന്റെ നാമത്തിൽ തീരട്ടെ. From glory to glory, from glory to glory. Oh, Ram Sheri Amdara, Asatari Amragana. ഈ രാത്രി ഈ വചനം നിങ്ങളെ തൊടുന്നുണ്ടോ? ഈ വചനം നിങ്ങളെ തൊടുന്നുണ്ടോ? നിങ്ങളെ തൊടുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു ചിലരെ ഈ വചനം തൊടുന്നുണ്ട്. ചിലരെ ഈ വചനം തൊടുന്നുണ്ട്. ചിലരെ ഈ വചനം തൊടുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം പ്രവചിക്കാം, മഹത്വത്തിന് എന്തും ചെയ്യാൻ പറ്റും. യു ഹാവ് ലിമിറ്റേഷൻസ്. നിനക്ക് പരിമിതിയുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടാൽ ഒറ്റ കണ്ടീഷൻ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. If you believe, you will see the glory of God. ഒറ്റ കണ്ടീഷൻ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഈ മഹത്വത്തെ നിന്നിലേക്ക് ഈ രാത്രി ആര് വലിച്ചടിപ്പിക്കും? ആർക്കാ വലിച്ചടിപ്പിക്കാൻ കഴിയുന്നത്? നിന്റെ മുമ്പിൽ നിൽക്കുന്ന മല പോലെയുള്ള എക്സാം ഉണ്ടല്ലോ, നിന്റെ കൂടെയുള്ളവരോ നിന്റെ അറിവിലോ ആരും ജയിച്ചു കാണത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, if you believe, you will see the glory of God. നിന്റെ സമപ്രായക്കാർ തോറ്റുകിടക്കുവായിരിക്കാം, എന്നാൽ if you believe, you will see the glory of God. നീയോ നിന്റെ സാഹചര്യങ്ങളോ പാപത്തിനൊക്കെ താണ്ടുപോയേക്കാം, എന്നാൽ ഈ രാത്രി ഒറ്റ വാക്ക്, നിന്റെ ചെരുപ്പെറിഞ്ഞോളാ. If you believe, you will see the glory of God. Amen. Jesus. മോശേ, നീ ഇതുവരെ കാണാത്ത ഒരു മഹത്വത്തെ നീ എൻകൗണ്ടർ ചെയ്താൽ, നീ കാണാത്ത ഒരു തലമുറ പുറപ്പാടിന് വേണ്ടി അവിടെ ഒരുങ്ങാൻ തുടങ്ങും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. മോശ എന്ന ദൈവമനുഷ്യനെ ദൈവം റിലീസ് ചെയ്യുന്നത് മിസ്രൈമിൽ കിടക്കുന്ന ആരും അറിഞ്ഞില്ല. മോശ എന്ന ദൈവമനുഷ്യൻ മിസ്രൈമിൽ ഇപ്പോൾ ഉള്ള പലരെയും അറിയത്തുമില്ല. നിന്റെ അറിവോ അറിവില്ലായ്മോ അല്ല ദൈവം നിന്നെ റിലീസ് ചെയ്യാൻ ഉള്ള മാനദണ്ഡം. നിന്റെ പഠനമോ നിന്റെ കഴിവോ നിന്റെ ബുദ്ധിയോ നിന്റെ പ്രാപ്തിയോ നിന്റെ സമ്പാദ്യമോ നിന്റെ ജ്ഞാനമോ നിന്റെ വിവേകമോ നിന്റെ അറിവോ ഒന്നുമല്ല ഗ്ലോറി റിലീസാവാനുള്ള സാഹചര്യം. ഇറ്റ്സ് മൈ ടൈം. ഇതെൻ്റെ സമയമാണ്. എൻ്റെ സമയം വന്നാൽ നിന്റെ സമയം മാറും. എൻ്റെ സമയം വന്നാൽ നിന്റെ സമയം മാറും. ഈ രാത്രി നിങ്ങളോട് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, എൻ്റെ സമയത്തിൽ നീ സ്റ്റെപ്പ് ചെയ്താൽ നിന്റെ സമയത്തിൽ ഞാൻ സ്റ്റെപ്പ് ചെയ്യും. ഈ രാത്രി വിശ്വസിക്കാമോ? എൻ്റെ സമയം ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ട് പറ, അപ്പാ ഞാൻ നിന്റെ സമയത്തിലേക്ക് സ്റ്റെപ്പ് ചെയ്യുന്നു. അപ്പൊ ദൈവത്തിന് നിന്നോടൊരു മറുപടി പറയാനുണ്ട്. ഞാൻ നിന്റെ സമയത്തിൽ സ്റ്റെപ്പ് ചെയ്യാൻ പോകുകയാണ്. ഞാൻ നിന്റെ സമയത്തിൽ ഇടപെട്ടാൽ, ഞാൻ നിന്റെ സമയത്തിൽ ഇടപെട്ടാൽ, ദൈവത്തെ പറയുന്നു, 400 വർഷം നിന്റെ വടിയുടെ മുമ്പിൽ ഇരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ നിന്റെ സമയത്തിൽ ഇടപെട്ടാൽ, നിന്റെ ഇന്നലകളിലെ വടി ആടിനെ ചലിപ്പിച്ചെങ്കിൽ ഇന്ന് മഹത്വം ഇടപെട്ടാൽ രാജ്യങ്ങൾ ചലിക്കും. ഈ രാത്രി നിനക്ക് വേണ്ടി ചലിക്കേണ്ട ഗവൺമെന്റിന്റെ വിഷയങ്ങൾ ഈ രാത്രി മഹത്വം ചലിപ്പിക്കുകയാണ്. നിന്റെ കയ്യിലുള്ളത് കർത്താവിന്റെ കൈ കൊടുക്കാമോ? ഈ രാത്രി
ഉഡാബ ഷവാര റിഗാന ധരാദിയ റബഥനെ. കർത്താവ് പറയുന്ന കാര്യം ഇതാ, സിസ്റ്ററെ, എനിക്ക് സിസ്റ്ററിനെ അറിയില്ല, പക്ഷെ കർത്താവ് എന്നോട് പറയുന്നു ഞാൻ നിന്റെ സമയത്തിൽ ഇടപെടാൻ പോവുകയാണെന്ന്. നിന്റെ സമയം വൈകിയേക്കാം, എൻ്റെ സമയത്തിൻ്റെ പിന്നിലൊരു വാക്കുണ്ട്, തക്ക സമയം. നിന്റെ ലൈഫിനകത്ത് മഹത്വം ഇന്നു മുതൽ ഇടപെടും. ഈ രാത്രി ഇതിനകത്തിരിക്കുന്നവരോട് ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയാം, നിന്റെ സമയത്തെ കർത്താവിന് കൊടുക്കുക. നിന്നോട് പറയുന്നത് ലോകത്തിൽ ആർക്കും കൊടുക്കാനല്ലല്ലോ, കർത്താവിന് കൊടുക്കാനല്ലേ. കൊടുക്കാമോ? എടാ, ഒന്ന് പരീക്ഷിക്കാനെങ്കിലും വിട്ടുകൊടുക്കണ കർത്താവിന്. ചിലരോട് കർത്താവ് പറയുക, നീ ഒന്ന് പരീക്ഷിക്കാൻ നിന്നെ ഒന്ന് വിട്ടുകൊടുക്കുക, നീ ഒന്ന് പരീക്ഷിക്കാൻ ഒന്ന് വിട്ടുകൊടുക്കുക. നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? ദൈവാത്മ പറയുന്നു, ഞാൻ ഇറങ്ങി വന്ന് ചെയ്തു കാണിച്ചു തരാം, ഞാൻ ഇറങ്ങി വന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇതിനകത്തിരിക്കുന്ന ചിലരോട് പറയുക, ഈ കാണിക്കുന്നതും ഇവിടെ പ്രസംഗിക്കുന്നതും ഇവിടെ ആരാധിക്കുന്നതും ഒക്കെ നിനക്കൊരു ഒരു കാഴ്ച മാത്രമാണല്ലേ. ഈ രാത്രി പറയുക, നീ വാ തുറന്ന കർത്താവിനോട് പറ, അപ്പം എനിക്കിതിൻ്റെ സത്യം എന്താണെന്ന് അറിയത്തില്ല, എൻ്റെ ലൈഫ് ഞാൻ ഒരാഴ്ചത്തേക്ക് ഞാൻ വിട്ടുതരുക. ഒന്ന് പറഞ്ഞു നോക്ക്. ഞാൻ ദൈവം തന്ന ഉറപ്പിലും പ്രാഗൽഭ്യത്തിലും നിന്ന് പറയാം, ദൈവം നിന്നെ തൊടാതിരിക്കത്തില്ല. നീ വിശ്വസിച്ചില്ലെങ്കിലും നിന്നെ ചുമന്നുകൊണ്ട് വന്നവന്റെ വിശ്വാസം ദൈവം ഈ രാത്രി കണക്കിടാൻ പോകുകയാണ്. ചിലരോട് കർത്താവ് പ്രവചിക്കാൻ പറയുന്നു, നിന്നെ വിശ്വസിപ്പിക്കാൻ ചുമന്നുകൊണ്ട് വന്നവരുടെ വിശ്വാസം വെളിപ്പെടാൻ ഈ കട്ടിലിൽ കിടക്കുന്ന നിന്നെ കൂര പൊളിച്ച് ഗ്ലോറിയുമായി എൻകൗണ്ടർ ചെയ്താൽ കണ്ടു നിൽക്കുന്നവനല്ല കട്ടിൽ ചുമക്കുന്നത്, കിടക്കുന്നവനാ കട്ടിൽ ചുമന്നെങ്കിൽ ഈ രാത്രി പറയാം, നീ കാഴ്ചക്കാരനാകത്തില്ല. നീ കിടക്കുന്ന കിടപ്പിൽ, നീ കിടക്കുന്ന അവസ്ഥയെ അനായാസം ചുമന്നു കൊണ്ടുപോകുന്ന ഒരു മഹത്വത്തിന്റെ ഇടപെടൽ ഈ രാത്രി അഹവയ്ക്കകത്ത് ദൈവത്തെ വിടുന്നു എന്ന് എന്നോട് പ്രവചിക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. ധരിക്കാവോ? പ്രാർത്ഥിച്ചെല്ലാവരും. കർത്താവിനോട് പറയുന്നു, ഞാൻ ചിലരുടെ മേൽ ഡെലിവറൻസ് വയ്ക്കാൻ പോകുകയാണ്. ഷെറിനെ പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു, നീ മോശ കയറി വന്നതുപോലെ സാധാരണ നീ കയറി വന്നതാണ്. മഹത്വം കാണാൻ വന്നതല്ല നീ. പക്ഷെ കർത്താവിനോട് പറയുന്നു, നിന്നെ മഹത്വത്തിലൂടെ ഞാൻ കടത്തിവിടും. നിന്റെ ലൈഫിനെ ഞാൻ തിരിക്കും. നിന്റെ കുടുംബം നിന്റെ കൂടെ കാണത്തില്ല. നിന്റെ മാതാപിതാക്കൾ ഒരുപക്ഷെ നിന്റെ കൂടെ കാണത്തില്ല. നിന്റെ സമൂഹം നിന്റെ കൂടെ കാണത്തില്ല. അതിനെക്കാട്ടിലും വലിയൊരു മഹത്വം നിന്റെ കൂടെ കാണും. നിനക്ക് ഈ രാത്രി ഏത് വേണേലും തിരഞ്ഞെടുക്കാം.
നിനക്ക് ദൈവാത്മാവ് നിന്റെ മുമ്പിൽ ഒരു ഓപ്ഷൻ വെക്കുകയാണ്. നിന്റെ ലൈഫിനെ കർത്താവിന് കൊടുത്താൽ നീ ഇതുവരെ കാണാത്തതും അറിയാത്തതുമായ ദൈവത്തിൻ്റെ ഗ്ലോറി നിന്റെ മേലും നിന്റെ കുടുംബത്തിൻ്റെ മേലും വെളിപ്പെടും. നിനക്കൊത്തിരി ചോദ്യങ്ങൾ നേരിട്ടേക്കാം. ഞാൻ അതിന് മറുപടി പറയുമെന്ന് പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. ഞാൻ എന്ന് പറഞ്ഞാൽ റൂഫസ് അല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് പകരം സംസാരിക്കുമെന്ന്. മോശയ്ക്ക് പകരം അഹരോൻ സംസാരിച്ചതുപോലെ നിനക്ക് പകരം ഞാൻ ചിലരെ എഴുന്നേൽപ്പിക്കുമെന്ന് ദൈവാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. നിനക്ക് ആഗ്രഹമുണ്ടെങ്കിലും പുറത്തു വരാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ പുറകോട്ട് വലിക്കുന്ന, നിന്റെ അകത്തെ ചിന്തകൾ വിതയ്ക്കുന്ന പാരമ്പര്യത്തിൻ്റെ കെട്ടിനെ പരിശുദ്ധാത്മാവിനെ നീ വിചാരിച്ചാലും പുറകോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ ഈ രാത്രി ബ്രേക്ക് ചെയ്യുകയാണെന്ന് എന്നോട് പ്രവചിക്കാൻ കർത്താവ് പറയുന്നു. അപ്പം ഞാൻ ഇവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇവൻ്റെ മേൽ കിടക്കുന്ന സകലതും ഇപ്പോൾ ബ്രേക്ക് ആകട്ടെ. ഞാൻ ഇവന്റെ മേൽ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യേണ്ടതിന് സ്വർഗ്ഗത്തോട് ആവശ്യപ്പെടുകയാണ്. Right now, fire. വ്യാപരിക്കട്ടെ കർത്താവേ, വ്യാപരിക്കട്ടെ കർത്താവേ. ഈ രാത്രി നിങ്ങളോട് പറയാം, ദൈവം നിന്നെ തൊട്ടാൽ നിന്റെ ലൈഫ് മാറും, നിന്റെ ജീവിതം മാറും. ഞാൻ നിറഞ്ഞ ദൈവ സാന്നിധ്യത്തിനകത്ത് പൊതിയപ്പെട്ട ഇതിന്റെ നടുവിൽ നിൽക്കുന്നത്. എൻ്റെ ശരീരത്തിൽ എനിക്കറിയാം, എനിക്ക് താങ്ങാൻ കഴിയുന്നതിനും മേളിലൊരു ഗ്ലോറിക്കകത്ത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നേ. ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ഇതിനകത്ത് ചിലരുടെ മേൽ കർത്താവ് ഇറങ്ങി നിൽക്കുന്നുണ്ട്. സിസ്റ്ററെ, കർത്താവിനോട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. ഈ രാത്രി നിന്റെ മേൽ വലിയ ഡെലിവറൻസ് നടക്കുകയാണ്. ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കും, ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, ഞാൻ നിനക്ക് മുമ്പായി പോകും. കർത്താവിനെ കാണിക്കുന്നു. നിന്റെ മേൽ നിന്ന് വലിയൊരു ചെയിൻ ബ്രേക്ക് ആവുന്നൊരു കാഴ്ച കർത്താവിനെ കാണിക്കുന്നു. ഇത് സംഭവിക്കുന്നു. വിശ്വസിക്കുക. ദൈവത്തിൻ്റെ മഹത്വം നീ കാണുന്നു. പ്രാർത്ഥിച്ച ദൈവസഭയെ, പ്രാർത്ഥിച്ച വായ്കളെ തുറന്ന് പ്രാർത്ഥിക്കാമോ? മോശെ എന്ന ദൈവമനുഷ്യൻ, മോശെ എന്ന ദൈവമനുഷ്യൻ മഹത്വത്തെ കണ്ട് പോകുമ്പോൾ ദൈവം അവനൊരു അടയാളം കൊടുത്തു. അവനോട് പറഞ്ഞു, ഈ ചെയ്യുന്നത് ദൈവമാണെന്ന് നീ വിശ്വസിക്കേണ്ടതിന് നിന്നെ ഞാൻ ഈ മലമുകളിൽ വെച്ച് വീണ്ടും കാണും. എൻ്റെ ദൈവം വാക്ക് പറഞ്ഞ മാറ്റത്തില്ല കേട്ടോ. ഈ ഹോരേബിൻ്റെ മറ്റൊരു പേര് നിങ്ങൾക്ക് പരിചയമുണ്ട്, സീനായ്. സീനായ്, സീനായ്. ഞാൻ നിനക്ക് പുതിയൊരു പ്രമാണം നൽകും. ഞാൻ പുതിയൊരു ലൈഫ് നിനക്ക് തരും. ഈ രാത്രി നീ എൻകൗണ്ടർ ചെയ്യുന്നത് മഹത്വമായിട്ടാണ്. ബ്രദറെ, നിങ്ങളോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കാൻ പറയുന്നു, ഇന്ന് മുതൽ നിന്റെ ലൈഫ് തിരിയും. എന്താ ബ്രദറിന്റെ പേര്? കേട്ടില്ല. സാജു, സാഞ്ചോഹോ. സാഞ്ചോയോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കാൻ പറയുന്നു, നിന്റെ ലൈഫിനെ കർത്താവ് തിരിക്കുകയാണ്. നീ തിരിക്കണമെന്ന് വിചാരിച്ചിട്ട് പലയിടങ്ങളിൽ തിരിയാത്തത് ഞാൻ തിരിക്കും. നിന്റെ അകത്ത് കിടക്കുന്ന ദാഹത്തെ ഞാൻ പുറത്തു കൊണ്ടുവരും. നീ ഒന്നും അറിയാതെ ഇതിനകത്ത് കയറിയാൽ എല്ലാം അറിയുന്നവനെ ഞാൻ നിനക്ക് കൂടെ വിടും. ഈ രാത്രി ഞാൻ ഈ പറയുന്ന പ്രവചനം എഴുതി വെച്ചോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നു മുതൽ നിന്റെ ലൈഫിനെ തിരിക്കാൻ പോകുകയാണ്. നിനക്ക് 1, 2, 3, 4 എന്ന പ്രാർത്ഥനകൾക്ക് എണ്ണിയിട്ട് മറുപടി പറഞ്ഞ് നിന്റെ ലൈഫിനകത്ത് പുതിയ വാഗ്ദത്തങ്ങളെ ജനിപ്പിക്കുമാറ് ദൈവത്തിൻ്റെ വഴികൾ നിന്റെ മുമ്പിൽ തുറക്കുമെന്നും നിനക്ക് ഇതുവരെ കണക്റ്റ് ആകാത്ത മേഖലകളിൽ നിന്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ദൈവം നിന്നെ ചിലരുമായി കണക്ട്
കണക്ട് ചെയ്യുമെന്നും പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. ഒരൊറ്റ കാര്യം, ദൈവം നിന്നെ ഉയർത്തി നിർത്തിയിരിക്കുന്ന മേഖലകളിൽ നീ ദൈവത്തെ മറക്കാതെ കൂടെ നിന്നാൽ ഞാൻ നിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി ഒരു ജനത്തെ പുറത്തു കൊണ്ടുവരേണ്ടതിന് പട്ടണങ്ങൾ നിന്നെ ഉപയോഗിക്കുമെന്ന് പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കാൻ ഈ രാത്രി ദൂത് പറയുകയാണ്. ദൈവത്തിൻ്റെ മനുഷ്യനായ മോശയെ നീ കേട്ടത് ദൈവ മഹത്വത്തിൽ നിന്നുള്ള ശബ്ദമാകൊണ്ട് ഫറവോൻ നിന്നെ തടയാൻ സാധ്യതയുണ്ട്. ഫറവോൻ നിന്നെ സ്റ്റോപ്പ് ചെയ്തേക്കാം. എന്നാൽ ഫറവോനെ നിനക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത് ഫറവോൻ നിർമ്മിച്ച വഴികളെ ഫറവോൻ അടയ്ക്കാൻ പറ്റത്തുള്ളൂ. ഫറവോൻ തുറന്നിട്ട വഴികളെ ഫറവോൻ അടയ്ക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ മഹത്വം വഹിക്കുന്നവന് വേണ്ടി ഇതുവരെ ഇല്ലാത്ത വഴി ആഴത്തിൽ നിന്ന് പൊങ്ങി വരികയാണ്. ഈ രാത്രി അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, ചിലരോട് ഈ വാക്ക് ദൈവാത്മാവ് നേരത്തെ പറഞ്ഞതാണ്. നിന്നോട് ഈ വാക്ക് ദൈവാത്മാവ് നേരത്തെ പറഞ്ഞതാണ്. ആരും സഞ്ചരിക്കാത്ത വഴിയെ കടലിന്റെ അടിയിൽ ഫറവോന് തടയാൻ പറ്റുന്നത് ഫറവോന്റെ വഴിയാണ്. എന്നാൽ ദൈവത്തിന് തുറക്കാൻ കഴിയുന്നത് ഫറവോൻ തടയാൻ കഴിയുന്ന വഴിയല്ല, അവന്റെ തനിയെ ഉള്ള വഴി. ഈ രാത്രി ആർക്കാ ഇതുവരെ പോകാത്ത വഴി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാ? ആർക്കാ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാ? എനിക്ക് അവരുടെ കരം ഈ രാത്രി ഒന്ന് കാണണം. ഇതുവരെ നീ കടന്നു പോകാത്ത വഴി കർത്താവെ ആഴത്തിൽ നിന്ന് പൊക്കിക്കൊണ്ടുവരുന്ന ഒരു വഴി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് കൊതിയുള്ളവർ മാത്രം ആ കരം ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ആ കരം നല്ലപോലെ ഒന്ന് ഉയർത്തിയേ, നല്ലപോലെ ഒന്ന് ഉയർത്തിയേ. ചമ്മലുണ്ടോ കരം ഉയർത്താൻ? ഞാൻ എല്ലാവരോടും അല്ല ആവശ്യപ്പെട്ടത്, കർത്താവേ ഞാൻ ഇതുവരെ കാണാത്ത ഒരു വഴി, മഹത്വത്തിന്റെ വഴി എൻ്റെ മുമ്പിൽ തുറക്കണമെന്ന് കൊതിയുള്ളവർ ഈ രാത്രി കരം ഉയർത്താമോ? ഞാൻ ഒറ്റ നിമിഷം ആവശ്യപ്പെടുകയാണ്. ഈ ചർച്ചിലെ ശുശ്രൂഷകന്മാർ ദയവായിട്ട് ഈ സ്റ്റേജിലേക്ക് വരിക. ഈ കരം ഉയർത്തിയ മുഴുവൻ ആളുകളും ദയവായി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വരിക. ഇവിടേക്ക് വരിക, ഓടി വരിക, ഓടിവാ, ഓടിവാ. കം ഫോർവേഡ്, മുന്നോട്ട് വാ, മുന്നോട്ട് വാ, സംശയിക്കണ്ട, മുന്നോട്ട് പോര്. ദൈവദാസന്മാരെൻ്റെ കൂടെ കയറി വന്നാട്ടെ. ഈ കരം ഉയർത്തിയവർ ആത്മാർത്ഥതയോടെയാണെങ്കിൽ, നിന്റെ ലൈഫിനെ കർത്താവിന് കൊടുക്കാൻ ഈ രാത്രി നീ തയ്യാറാണെങ്കിൽ മുന്നോട്ട് കയറി വാ, മുന്നോട്ട് കയറി വാ. നിങ്ങളുടെ പുറകിൽ ചിലരൊക്കെ നിൽക്കുന്നു, നിങ്ങളുടെ പുറകിൽ ചിലരൊക്കെ നിൽക്കുന്നു. ഒരു സ്ഥലം കൊടുത്തേ, സ്ഥലം കൊടുത്തേ. പുറകിൽ നിൽക്കുന്നവരൊക്കെ കയറി വാ. ഇവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. കയറി വന്നോ, കയറി വന്നോ. മുന്നോട്ട് കയറിയുന്നു, മുന്നോട്ട് കയറിയുന്നു, മുന്നോട്ട് കയറിയുന്നു. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ പറയാ, ദയവായിട്ട് മുന്നോട്ട് കയറിയുന്നേ, കയറിയുന്നേ. കുറെ പേര് നിൽക്കുന്നു, കുറെ പേര് നിൽക്കുന്നു അവിടെ. കണ്ണുകളടച്ച് ദീർഘദൂരം ഓടിയിടും ഞാൻ. മഹത്വമേ, മഹത്വമേ, മരണത്തെ ജയിച്ച മഹത്വമേ. ഓ മഹത്വമേ, മഹത്വമേ, പിൻപടയായി വരുന്ന മഹത്വമേ. ഓ മഹത്വമേ, മഹത്വമേ, മരണത്തെ ജയിച്ച മഹത്വമേ. ഈ സാന്നിധ്യത്തിന്റെ മുമ്പിൽ, ഈ സാന്നിധ്യത്തിന്റെ മുമ്പിൽ ദയവായി ശുശ്രൂഷിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി പറയുന്നു. കഴിയുന്നവർ ഇവിടെ നിന്ന് മുട്ടുകുത്താമോ? മുട്ടുകുത്താമോ? ഇതിന്റെ നടുവിൽ മുട്ടുകുത്താമോ? ദൈവദാസന്മാർക്ക് ശുശ്രൂഷിക്കാൻ കുറച്ചുകൂടെ
സൗകര്യമായിരിക്കും. ദയവായി കഴിയുന്നവർ മഹത്വമേ മഹത്വമേ പടയാൻ വരുന്ന മഹത്വമേ മഹത്വമേ. നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയത്തില്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇടത്ത് മുട്ടുകുത്തുക. നിങ്ങളുടെ അടുക്കൽ ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കും. മഹത്വമേ മഹത്വമേ പടയാൻ വരുന്ന മഹത്വമേ. അതിലും കുറയാൻ അതിരുകൾ വയ്ക്കാതെ അതിലും കുറയാൻ അതിരുകൾ വയ്ക്കാതെ മഹത്വത്തിനായി നിക്ഷേപം. മഹത്വത്തിന്റെ തീ. കരങ്ങളെ അടിച്ച് ആരാധിക്കാവുന്നവർ കരങ്ങളെ അടിച്ച് ആരാധിച്ചോ. Fire. Holy fire. Holy fire. Holy fire. Holy fire. Holy fire. ഞാനിവനെ cover ചെയ്യുകയാണ്. മഹത്വം വീഴണമോ? ഈ രാത്രി കുടുംബത്തെ റീസ്റ്റോർ ചെയ്യുക. വലിയ തിരിവ് സംഭവിക്കട്ടെ. വലിയ തിരിവ് ഈ തലമുറയുടെ മേൽ ഇവരുടെ മേൽ വലിയ തിരിവ് സംഭവിക്കട്ടെ. Fire. 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 വലിയ തിരിവ് വാക്യത്തെ പുറത്തു വരട്ടെ. 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 ഓ രാമ ശൈലഹലാര. കുടുംബത്തിന്റെ മേൽ മഹത്വത്തെ വെക്കുകയാണ്. Glory. 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 Oh, from glory to glory. Oh, from glory to glory. From glory to glory. വീഴട്ടെ മഹത്വമുള്ളവർ. ഉറവ രാജിയാറ. സൈഡാല റിഗാരിയാന്തേ. ആശാരാദിയാര. റീതലരവാദിയ. ഇതിന്റെ മേൽ വലിയ മഹത്വം ചലിക്കട്ടെ. Fire. Fire. Glory. 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 മഹത്വം മഹത്വം വീഴട്ടെ. മഹത്വം വീഴട്ടെ. മഹത്വം വീഴട്ടെ. മഹത്വം വീഴട്ടെ. മഹത്വം മഹത്വം തരട്ടെ. മഹത്വം തരട്ടെ. മഹത്വം തരട്ടെ. മഹത്വം തരട്ടെ. കാലിന് ബുദ്ധിമുട്ടുള്ളവർ എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചോ. ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ എഴുന്നേറ്റ് ദൈവസന്നിധി ആരാധിക്കാമെങ്കിൽ ആരാധിച്ചോ. ഈ രാത്രി ഗ്ലോറി ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. ഗ്ലോറി. ഗ്ലോറി. Fire. Fire. നിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുന്നു എന്ന് പരിശുദ്ധാത്മാവിന്റെ പറയാൻ പറയുന്നു. ജീവിതത്തിന്റെ അകത്ത് ദൈവത്തിന്റെ മഹത്വം കാര്യങ്ങളെ
നിന്നെ തൊടുകയാണ്. നിനക്ക് അപ്രതീക്ഷിതമായ പുതിയ ഡോറുകൾ കർത്താവ് തുറക്കാൻ പോകുന്നു എന്ന് എന്നോട് പ്രവചിക്കാൻ പറയുന്നു. പുതിയ വഴികൾ നിന്റെ മേൽ തുറക്കുന്നു കർത്താവ്. പുതിയ വഴികൾ തുറക്കുന്നു. ഒരു ദൈവശക്തി നിന്റെ മേൽ ഇമ്പാർട്ട് ചെയ്യുകയാണ്. ദൈവശക്തി നിന്റെ മേൽ ഇമ്പാർട്ട് ചെയ്യുകയാണ്. നീ ഭയപ്പെട്ട് അടച്ചു വച്ചിരിക്കുന്ന വാതിലിനെ ഞാൻ ഒന്നും കൂടെ തുറക്കാൻ പോകുകയാണ്. ഇനി നിനക്ക് വേണ്ട എന്ന് നീ ചിന്തിക്കുന്നതിന് ഞാൻ നിനക്ക് തരാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രവചിക്കുന്നു. പുതിയ വഴി നിന്റെ മേൽ ഓപ്പൺ ആവുന്നു. നിന്റെ മേൽ അഭിഷേകം വ്യാപരിക്കട്ടെ. ദൈവമഹത്വം 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 വ്യാപരിക്കട്ടെ. അപ്പാ ഇവൻ അനുഭവിക്കത്തക്ക നിലയിൽ സാന്നിധ്യത്തിന്റെ ഒരു കുളിർമഴ ഇവന്റെ മേൽ പെയ്യിക്കണമേ. ഇപ്പോ ഗ്ലോറി ഇവനെ തൊടട്ടെ. ഗ്ലോറി ഇവനെ തൊടട്ടെ. ഗ്ലോറി ഇവനെ തൊടട്ടെ. ഫയർ ഫയർ ഹോളി ഫയർ. മഹത്വം വീഴട്ടെ. വന്നേ മഹത്വം വീഴട്ടെ. മഹത്വം വീഴട്ടെ. മഹത്വം വീഴട്ടെ. മഹത്വം വീഴട്ടെ. മഹത്വം വീഴട്ടെ. ഹെവൻലി ഗ്ലോറി സ്വർഗീയ മഹത്വത്തെ നിന്റെ മേൽ മഹത്വം വീഴുകയാണ്. ഈ രാത്രി ഈ രാത്രി മഹത്വം വീഴുകയാണ്. മഹത്വം വീഴുകയാണ്. മഹത്വം. Glory is manifesting. Somebody is receiving. Somebody is receiving. Somebody is receiving. Somebody. Somebody. മഹത്വത്തിൽ ജനിച്ച തലമുറ ഗ്ലോറിയുടെ റിലീസായി നിൽക്കുകയാണ്. നീ കണ്ണുമടച്ച് ആത്മാവിൽ ആരാധിക്കുമ്പോൾ glory will manifest upon you. Glorious manifestation. Fire. Glory release ആകുന്നു. Glory release ആകുന്നു. Glory. 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 കരങ്ങളെ അടിക്കാൻ കഴിയുന്നവർ കരങ്ങളെ അടിച്ച് വായ്കളെ തുറന്ന് ഈ മഹത്വത്തോട് ഈ രാത്രി പ്രതികരിക്കും. നിന്റെ ഇടവും പോലെ നിൽക്കുന്നവരെ നോക്കണ്ട. നിന്റെ അകത്ത് രോഗങ്ങൾ സൗഖ്യമാകുന്നു. നീ മരുന്ന് കഴിച്ചിട്ട് മാറാത്തത്, നീ മരുന്ന് കഴിച്ചിട്ട് മാറാത്ത നിന്റെ രഹസ്യ രോഗങ്ങൾ, നിന്റെ രഹസ്യ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഗ്ലോറി ഡീൽ ചെയ്യുകയാണ്. ഗ്ലോറി ഈസ് ദേർ. ഫയർ 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 ഫയർ. ദൈവാത്മാവ് പറയുന്നു, ചിലരുടെ കണ്ണുകള് മഹത്വം ഈ രാത്രി തുറക്കാൻ പോകുകയാണ്. അവരിതുവരെ കാണാത്തത്, അവരിതുവരെ കേൾക്കാത്തത് ദൈവ മഹത്വം തുറക്കാൻ പോകുകയാണ്. ദൈവാത്മാവ് പറയുന്നു
പത്മോസിൽ നീ ഒറ്റയ്ക്ക്, പത്മോസിൽ നീ ഒറ്റയ്ക്ക്. യോഹന്നാനേ, നീ കാണാൻ പോകുകയാണ്. You will see the glory. ഭാരത്തെ പൊൻതച്ച കെട്ടിയവൻ, വെള്ളോടിന് സദർശയായി കാലുകളുള്ള മഹത്വകരമായ തീ, glorious fire is manifesting. നിന്റെ ശരീരത്തിന്റെ മേലത് വ്യാപരിക്കുന്നു. ഉടവാല നിഗനാദിയ ഉടവാല രാധാനവ. പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്ക, ആരാധിച്ചുകൊണ്ട് നിൽക്ക. അന്തരീക്ഷ മഹത്വം ഏറ്റെടുത്തിരിക്കുന്നു. ഓ, ഈ അന്തരീക്ഷത്തിന്റെ കാര്യം മഹത്വം തീരുമാനിക്കൂ. മഹത്വം ഈ അന്തരീക്ഷം ഏറ്റെടുക്കുന്നു. നിന്നെ നോക്കി ഈ രാത്രി ദൈവം വിളിക്കുന്നു. Glorious generation, 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 glorious generation. മഹത്വം ചുമക്കുന്ന തലമുറ, മഹത്വകരമായ തലമുറ. മുറിക്കകത്ത് ദൈവാത്മാവിനോട് പറഞ്ഞ, ഞാൻ ഇതിനകത്തുനിന്നൊരു മോശ എഴുന്നേൽപ്പിക്കുന്നു. നിന്നെ നോക്കി ഞാൻ വിളിക്കുന്നു, നീയാണ് മോശ. നിന്റെ തലമുറയെ നോക്കി ഞാൻ വിളിക്കുന്നു, നീയാണ് മോശ. ഒരു തലമുറയെ ഡെലിവർ ചെയ്യാൻ, ഒരു തലമുറയെ ഇസ്രായേലിന്റെ ആധിപത്യത്തിൽ നിന്ന് പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരാൻ ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. Receive it, receive it. ഏകാഗ്രതയോടെ ആരാധിച്ചോട് നിൽക്കുക. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ചിലരെ തിരിക്കുകയാണ്, തിരിക്കുകയാണ്, തിരിക്കുകയാണ്. Glorious move, glorious move, glorious move, glorious move, glorious move. മഹത്വത്തിന്റെ അകത്ത്
Tudalaraba Shabariamdara. Charge. Fire. Fire. തീയിടുക ഇവിടെ മേലെ. Glorious fire. Receive it. 3, 2, 1. Fire. വ്യാപരിക്കട്ടെ കർത്താവിൽ. കർത്താവിനെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നുണ്ട്. ഒറ്റ ദൂതൂടെ പറയാം. നിൽക്കുന്നിടത്ത് നിന്ന് കേട്ടോ. നമ്മൾ മഹത്വത്തിൽ ജനിച്ച തലമുറയാണ്. ഈ മഹത്വത്തിൽ ജനിക്കുന്ന തലമുറയെ ജനിപ്പിക്കാൻ ഒരു പിതാക്കന്മാരെ ദൈവം വേറിട്ട് കൊണ്ടുപോയി. ഉയർന്ന ഒരു മലയിലേക്ക് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒരു മാനിഫെസ്റ്റഡ് ഗ്ലോറി കർത്താവ് കൊണ്ടുപോയി കാണിച്ചു. ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയാം, അടുത്ത തലമുറയെ നിനക്ക് ജനിപ്പിക്കണമെങ്കിൽ യു ഷുഡ് സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്. നീ ദൈവത്തിന്റെ മഹത്വം കാണണം. ദൈവത്തിന്റെ മഹത്വം കണ്ടവൻ രാജ്യങ്ങളെ കീഴടക്കും. ദൈവത്തിന്റെ മഹത്വം കണ്ടവൻ സഭകളെ സ്ഥാപിക്കും. ദൈവത്തിന്റെ മഹത്വം കണ്ടവൻ തലമുറകളെ പ്രസവിക്കും. ദൈവത്തിന്റെ മഹത്വം കണ്ടവൻ യോർദാനെ കീറും. ദൈവത്തിന്റെ മഹത്വം കണ്ടവൻ ചെങ്കടലിനെ മുറിക്കും. ദൈവത്തിന്റെ മഹത്വം കണ്ടവൻ ഒച്ച വെച്ച് എരിഹോവിനെ തള്ളിയിടും. ഈ രാത്രി നീ ഇവിടെ ഉയർത്തിയ ശബ്ദം വെറുതെയാകത്തില്ല. നിന്റെ ശബ്ദത്തിന്റെ കൂടെ സഞ്ചരിച്ച ഒരു മഹത്വമുണ്ട്. ആ മഹത്വം ചില കോട്ടകളെ തള്ളിയിടുന്നതാണ്. ഈ രാത്രി ഇതുവരെ ഞാൻ എൻ്റെ ജീവിതത്തെ കർത്താവിന് സമർപ്പിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ഈ രാത്രി എൻ്റെ ലൈഫിനെ ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. കർത്താവിന് ഇഷ്ടമുള്ളത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് ആഗ്രഹിക്കുന്ന ഒരു കരം ഉയർത്താമോ? എൻ്റെ ശേഷിക്കുന്ന ആയുസ് മുഴുവനും ഈ ദൈവവചനം എന്തു പറയുന്നു അതനുസരിച്ച്, അത് പ്രമാണിച്ച് എൻ്റെ ലൈഫിനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. അതിനായിട്ട് ഞാൻ എന്നെ തരുന്നു എന്ന് ഈ രാത്രി പറയുന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടോ? ഈ വചനത്തിൽ പറയുന്ന കൽപ്പനകളുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ദൈവസഭയിൽ നീ നിൽക്കണം. You will see the glory of God. ഈ രാത്രി നിന്റെ ലൈഫിനെ കർത്താവിന് കൊടുക്കാൻ അങ്ങനെ തീരുമാനിക്കുന്നുണ്ടോ? ഇതുവരെ ഒരു പക്ഷേ നീ നിന്റെ ലൈഫിനെ അങ്ങനെ കൊടുത്തിട്ടുണ്ടാകത്തില്ല. ഇന്ന് രാത്രി നീ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിന്നെ മുന്നോട്ട് വിളിക്കുകയാണ്. ദയവായി മുന്നോട്ട് വന്നാട്ടെ. ദയവായി മുന്നോട്ട് വന്നാട്ടെ. ഈ വചനത്തിൻ്റെ സത്യത്തെ അനുസരിച്ച്, ഈ വചനത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് കർത്താവിൻ്റെ ദാസനെ ഒരു വാക്ക് പ്രാർത്ഥിച്ചേ. സഭ മുഴുവൻ പ്രാർത്ഥിച്ചേ. കർത്താവ് വലിയൊരു കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. ഗ്ലോറി ക്യാൻ ചേഞ്ച് എനിത്തിങ്. മഹത്വത്തിന് എന്തിനേയും തിരിക്കാൻ പറ്റും. മഹത്വം എന്തിനേയും കൈകാര്യം ചെയ്യും. മഹത്വം എന്തിനേയും തിരിക്കോടൂ. നീ വാ, നീ വാ.
നിങ്ങൾ രക്ഷിക്കപ്പെട്ടതായിരിക്കാം, സ്നാനപ്പെട്ടതായിരിക്കാം, പെന്തക്കോസ്ത് അനുഭവത്തിലൂടെ കടന്നുപോയിട്ടുണ്ടായേക്കാം. ഈ രാത്രി കർത്താവേ, ഞാൻ എന്നെ പുതിയൊരു ലൈഫ് കൊതിച്ച് തരുന്നു എന്ന്